ഹായ്, എൻ്റെ പേര് സെബിൻ ജോർജ്. ഞാൻ ദർശനയിലെ റിപ്പീറ്റർ ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. +1 +2 മുതൽ ഞാൻ നീറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ലൂർദ് പബ്ലിക് സ്കൂളിലെ ദർശനയുടെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലെ ഈ നീറ്റ് എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുന്നത്. ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ മികച്ച സ്കോർ നേടാൻ എന്നെ സഹായിച്ചത് ദർശനയുടെ എഫക്റ്റീവായ പഠന രീതികളും ക്ലാസ്സുകളുമാണ്. പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ദർശനയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് തന്നെ നിരവധിയായ എക്സാമുകളും ക്ലാസ്സുകളും ഡൗട്ട് കൗണ്ടേഴ്സും അതിനോടനുബന്ധമായ ഡിസ്കഷൻസും വഴി ഈ നീറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ ദർശന എന്നെ വളരെയധികം സഹായിച്ചു. എൻ്റെ ഈ നേട്ടത്തിൽ ആദ്യമായി തന്നെ സർവേശ്വരനോട് നന്ദി പറയുന്നു. പിന്നെ ഈ റിപ്പീറ്റ് ചെയ്ത കാലഘട്ടത്തിൽ എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിച്ച എൻ്റെ മാതാപിതാക്കളെയും ദർശനയിലെയും ലൂർദ് പബ്ലിക് സ്കൂളിലെയും എല്ലാ ടീച്ചേഴ്സിനെയും ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്.
ഹായ് സ്റ്റുഡൻസ്, ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഫിനിഷിംഗ് ലൈനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ ആ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ്. നമ്മുടെ മാക്സിമം പൊട്ടൻഷ്യലോട് കൂടി, മാക്സിമം എബിലിറ്റിയിൽ, മാക്സിമം പെർഫോമൻസോടുകൂടി ആ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്യാനുള്ള എനർജി ബൂസ്റ്ററായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. സോ വി ക്യാൻ ഗോ ത്രൂ ദി ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ്, ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിലേക്ക് ഓരോ ഫോർമുലയും അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോകുന്നില്ല. ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫൈനൽ പോയിന്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇക്വേഷൻസ്, ഫോർമുലാസ് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിലുമുള്ള ഫോർമുലാസ് എപ്രകാരമാണ്, അതെങ്ങനെയാണ്, എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്യുന്ന നിങ്ങളുടെ അടുത്തേക്ക് ഒരു എനർജി ആയിട്ട്, ഒരു ബൂസ്റ്ററായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. Okay, so we can go through the first chapter, that is our basic concepts. Okay, സോ ബേസിക് കോൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ ഒരു 80% അല്ലെങ്കിൽ ഒരു 90% ക്വസ്റ്റ്യൻസും വരുന്നത് അല്ലെങ്കിൽ കണ്ടുവരുന്നത് നമ്മുടെ മോൾ കോൺസെപ്റ്റ്, ഗ്രാം അറ്റോമിക് മാസ്, ഗ്രാം മോളിക്കുലാർ മാസ്, സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ്, ദെൻ അബൌട്ട് അവർ ലിമിറ്റിംഗ് റിയേജന്റ്, ഈ ഒരു പാർട്ടാണ്. ശരിക്കും നമ്മുടെ ബേസിക് കോൺസെപ്റ്റിന്റെ ഒരു ഹെർട്ട് എന്ന് പറയുന്നത് തന്നെ ഈ മോൾ കോൺസെപ്റ്റ്, ലിമിറ്റിംഗ് റിയേജന്റ്, സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ്, ഈ ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഉള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. ദാറ്റ് ഈസ് അബൌട്ട് അവർ മോൾ കോൺസെപ്റ്റ്. നമുക്കൊരു അറ്റോമിക് ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ 1 മോൾ ക്യാൻ ബി ഡിഫൈൻഡ് ആസ്, അല്ലെങ്കിൽ 1 മോൾ ക്യാൻ ബി ടേക്കൺ ആസ് ഗ്രാം അറ്റോമിക് മാസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. അപ്പോൾ മാറിപ്പോകരുത്, അറ്റോമിക് ഫോം എന്ന് പറയുമ്പോൾ ആറ്റമായിട്ടാണ് നമുക്ക് സ്പെസിഫൈ ക്വസ്റ്റ്യനിൽ ചെയ്തിരിക്കുന്നത് എങ്കിൽ ഒരു മോള് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു ഗ്രാം അറ്റോമിക് മാസ് ഓർ വിച്ച് കൺസിസ്റ്റ് ഓഫ് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. ഇനി നേരെ മറിച്ച് നമുക്ക് മോളിക്കുലാർ ഫോമിലാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എങ്കിൽ 1 മോള് ഏതൊക്കെ രീതിയിൽ നമുക്ക് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു ഗ്രാം മോളിക്കുലാർ മാസ് ഓർ വിച്ച് ഈസ് ഈക്വൽ ടു അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇഫ് the molecular form is in gaseous form or it is a gaseous substance, then 1 mole can also be expressed as 22.4 liter at a standard temperature and pressure. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം മറന്നേക്കരുത്. അപ്പം ഒരു മോള് 2 രീതിയിൽ നമുക്ക് പറയാം. അറ്റോമിക് ഫോമിലാണെങ്കിൽ ഒരു രീതിയിലും മോളിക്കുലാർ ഫോമിലാണെങ്കിൽ മറ്റൊരു രീതിയിലും. ആ ഒരു വ്യത്യാസം ക്വസ്റ്റ്യനിൽ നമ്മൾ തിരിച്ചറിഞ്ഞോണം. രണ്ടാമത്തെ കാര്യം, എനിക്ക് മോൾ കോൺസെപ്റ്റിലുള്ള ആപ്ലിക്കേഷനാണ്. ചില ചോദ്യങ്ങൾ വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഫോർമുല പ്രകാരം നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. Mass of 1 atom of an element can be obtained by just dividing gram atomic mass with അവഗാഡ്രോ നമ്പർ. കാരണം ഓൾറെഡി നമുക്കറിയാം ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റത്തിൻ്റെ മാസാണ്. അപ്പം ഒരു ആറ്റത്തിൻ്റെ മാസാണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഗ്രാം അറ്റോമിക് മാസിനെ എന്ത് ചെയ്തേച്ചാൽ മതി, അവഗാഡ്രോ നമ്പർ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്തേച്ചാൽ മതി. സിമിലർലി മാസ് ഓഫ് 1 മോളിക്യൂൾ ഓഫ് എ സബ്സ്റ്റൻസ്, നോക്കിക്കേ, അറ്റോമിക് ഫോമിൽ നിന്ന് മോളിക്കുലാർ ഫോമിലേക്ക് മാറി, സബ്സ്റ്റൻസ് ആയി. അപ്പം ഒരു മോളിക്യൂളും, ഒരു സബ്സ്റ്റൻസിലുള്ള ഒരു മോളിക്യൂളിൻ്റെ മാസാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസിനെ നമ്മൾ എന്ത് ചെയ്തേച്ചാൽ മതി, അവഗാഡ്രോ നമ്പർ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്തേച്ചാൽ മതി. അപ്പം അറ്റോമിക് ഫോമിൽ നിന്ന് മോളിക്കുലാർ ഫോമിലേക്ക് പോകുമ്പോൾ ഒരു മോളിക്യൂളിൻ്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഗ്രാം മോളിക്കുലാർ മാസിനെ ഏതുപയോഗിച്ച് ഡിവൈഡ് ചെയ്യണം, അവഗാഡ്രോ നമ്പർ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യണം. Again, number of moles in a given mass of an element, atomic form, number of moles in a given mass of an element കണ്ടുപിടിക്കാൻ വേണ്ടി given mass divided by gram atomic mass. ഇനി മോളിക്കുലാർ ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി given mass should be divided with gram molecular mass. Again, given വോളിയം ആണ് എങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു given വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഗിവൺ വോളിയം ലിറ്ററിലാണ് എടുക്കുന്നതെങ്കിൽ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നേരെ മറിച്ച് ഗിവൺ വോളിയം മില്ലി ലിറ്ററിലാണ് എടുക്കുന്നതെങ്കിൽ 22.4ൻ്റെ സ്ഥാനത്ത് 22,400 ml ആയിരിക്കണം എടുക്കേണ്ടത്. അതേപോലെ തന്നെ വീണ്ടും നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ ഗിവൺ മാസ് ഓഫ് ആൻ എലമെന്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ജസ്റ്റ് മൾട്ടിപ്ലൈയിങ് നമ്പർ ഓഫ് മോൾസ് വിത്ത് അവഗാഡ്രോ നമ്പർ. പക്ഷേ എലമെന്റിന്റെ കേസിൽ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനാണെങ്കിൽ, ഗിവൺ മാസിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് അറ്റോമിക് ഫോമിലുള്ള ഒരാളുടെ കേസിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എന്നുള്ളത് എങ്ങനെയായിരിക്കണം നമ്മൾ എഴുതേണ്ടത്, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് ആയിരിക്കണം. അതേപോലെ തന്നെ വീണ്ടും നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ ഗിവൺ മാസ് ഓഫ് എ സബ്സ്റ്റൻസ്, മോളിക്കുലാർ ഫോമിലുള്ള ഒരാളുടെ കേസിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെയും ഫോർമുല നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്,
മോളിക്കുലാർ ഫോമിലുള്ള ആളാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. വീണ്ടും നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ എ ഗിവൺ വോളിയം ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ എഗെയിൻ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. പക്ഷേ ഗിവൺ വോളിയം ആയതുകൊണ്ട് നമ്പർ ഓഫ് മോൾസ് എങ്ങനെയായിരിക്കണം നമ്മൾ എഴുതേണ്ടത്? ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻസിൽ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ ഉള്ള രീതിയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഡാറ്റ അതിനനുസരിച്ചാണ് തന്നിരിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലതും എറർ ലെസ്സും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി അല്ലാത്ത ക്വസ്റ്റ്യൻസും ഉണ്ട്. അല്ലാത്ത ക്വസ്റ്റ്യൻസിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് വേണം സോൾവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഫോർമുല ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ പ്രയോറിറ്റി ഫോർമുലയ്ക്കേ കൊടുക്കാവുള്ളൂ. ഓക്കെ, ഇതാണ് മോൾ കോൺസെപ്റ്റിൽ എനിക്ക് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് വിത്ത് റിഗാർഡ് ടു അവർ സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ. ഏറ്റവും ചുരുക്കത്തിൽ സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷനെ ബേസ് ചെയ്ത് വരുന്ന ഏത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയും ഞാൻ ഇവിടെ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഈ 4 പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. മോൾ റേഷ്യോ, മോളിക്കുൾ റേഷ്യോ, മാസ് റേഷ്യോ, വോളിയം റേഷ്യോ. ഒരു കെമിക്കൽ റിയാക്ഷൻ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ തരുന്നു. ഇത് നോക്കിക്കേ, നമ്മുടെ അമോണിയയുടെ ഫോർമേഷനാണ്. ഡൈനൈട്രജൻ കമ്പൈൻസ് വിത്ത് ഡൈഹൈഡ്രജൻ ടു ഗീവ് അമോണിയ. ഈ ബാലൻസ്ഡ് റിയാക്ഷനിൽ നമ്പർ ഓഫ് മോൾസ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ മോൾ റേഷ്യോ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ട്. ഈ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റിൽ നിന്ന് നമ്പർ ഓഫ് മോൾസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ലേ? 1 മോൾ ഓഫ് N2 കമ്പൈൻസ് വിത്ത് 3 മോൾ ഓഫ് H2 ടു ഗീവ്സ് 2 മോൾ ഓഫ് NH3. അപ്പോൾ അവിടെ മോൾ റേഷ്യോ നമുക്ക് അവിടെ പോസിബിൾ ആയി. ഇനി വീണ്ടും മോളിക്കുൾ റേഷ്യോ നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ലേ? 1 മോൾ എന്ന് പറയുന്നത് എത്ര മോളിക്കുൾസാ? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്കുൾസാ. 3 മോൾ എന്ന് പറയുന്നത് 3 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്കുൾസാ. 2 മോൾ NH3 എന്ന് പറയുന്നത് 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്കുൾസാ. അതേപോലെ തന്നെ മാസ് റേഷ്യോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. മാസ് 1 മോൾ N2 എന്ന് പറയുന്നത് എത്ര മാസാ? 28 ഗ്രാം. ഗ്രാം മോളിക്കുലാർ മാസിന് ഈക്വല. 3 മോൾ H2 എന്ന് പറയുന്നത് 3 ഇൻറ്റു ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് H2, ദാറ്റ് ഈസ് 6 ഗ്രാം. 2 മോൾ NH3 മീൻസ് 2 ഇൻറ്റു ഗ്രാം മോളിക്കുലാർ മാസ്, ദാറ്റ് ഈസ് 2 ഇൻറ്റു 17 ഗ്രാം. സിമിലർലി വോളിയം റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 1 മോൾ N2 മീൻസ് ഹൗ മച്ച് വോളിയം? 1 വോളിയം അഥവാ 22.4 ലിറ്റർ. 3 മോൾ H2 മീൻസ് 3 വോളിയം ഓർ 3 ഇൻറ്റു 22.4 ലിറ്റർ. 2 മോൾ NH3 മീൻസ് 2 വോളിയം ഓർ 2 ഇൻറ്റു 22.4 ലിറ്റർ. നിങ്ങൾ വേറൊന്നും ക്വസ്റ്റ്യൻസിലേക്ക് ഇനി പോകേണ്ട ആവശ്യം തന്നെ ഇല്ല. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനെയുള്ള ഫോർമുലാസ് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു വിലയിരുത്തൽ നിങ്ങളുടെ മനസ്സിൽ ഈ ഫൈനൽ ലൈൻ ക്രോസ് ചെയ്യുന്നതിന് മുൻപേ ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ലിമിറ്റിംഗ് റിയേജൻറ്റ്. ലിമിറ്റിംഗ് റിയേജൻറ്റിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി 4 പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. ഒന്ന്, ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്താണ്? ഏത് റിയാക്റ്റൻ്റ് ആണോ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ എൻറ്റയർലി കൺസ്യൂം ചെയ്യുന്നത്, ആ റിയാക്റ്റൻറ്റിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ എക്സസ് റിയേജൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഏത് റിയാക്റ്റൻ്റ് ആണോ ബാക്കി വരുന്നത്, അതാണ് എക്സസ് റിയേജൻറ്റ്. ഇനി ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചോണം. 3ാമത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. Limiting reagent determines the amount of product formed in a chemical reaction. അപ്പോൾ ക്വസ്റ്റ്യനിൽ റിയാക്റ്റൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസോ ഗീവൺ മാസോ വോളിയമോ തന്നിട്ട് പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഐഡൻറ്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജൻറ്റ്. കാരണം ഒരു കെമിക്കൽ റിയാക്ഷനിൽ പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് തീരുമാനിക്കുന്നത് എപ്പോഴും ആരായിരിക്കും? ലിമിറ്റിംഗ് റിയേജൻ്റ് ആയിരിക്കും. ഇനി 4ാമത്തെ പോയിന്റ്, എങ്ങനെയാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിക്കേണ്ടത്? ലിമിറ്റിംഗ് റിയേജൻറ്റ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ ജസ്റ്റ് ഡിവൈഡിംഗ് ദ നമ്പർ ഓഫ് മോൾസ് ഗിവൺ നമ്പർ ഓഫ് മോൾസ് വിത്ത് നമ്പർ ഓഫ് മോൾസ് ഇൻഡിക്കേറ്റഡ് ഇൻ ബാലൻസ്ഡ് റിയാക്ഷൻ. തന്നിരിക്കുന്ന നമ്പർ ഓഫ് മോൾസിനെ ബാലൻസ്ഡ് റിയാക്ഷനിലുള്ള നമ്പർ ഓഫ് മോൾസ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ സ്മോളസ്റ്റ് വാല്യൂ ഇൻഡിക്കേറ്റ് ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? ലിമിറ്റിംഗ് റിയേജൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന നമ്പർ ഓഫ് മോൾസിനെ ബാലൻസ്ഡ് റിയാക്ഷനിലുള്ള നമ്പർ ഓഫ് മോൾസ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുക. ആൻഡ് ദ സ്മോളസ്റ്റ് വാല്യൂ ഇൻഡിക്കേറ്റ് ദ ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് അറിയാമെങ്കിൽ വളരെ എളുപ്പം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ദ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. അവിടെ മറ്റൊരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത്, ഞാനിവിടെ ജനറലായിട്ട് നമ്പർ ഓഫ് മോൾസിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യനിൽ ഗീവൺ മാസാണ് തന്നിരിക്കുന്നതെങ്കിൽ ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഗീവൺ മാസിന് എന്ത് ചെയ്യണം? ബാലൻസ്ഡ് ഇക്വേഷനിലുള്ള മാസ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യണം. അവിടെയും ചെറുത് ഏതാണ് കിട്ടുന്നത് അതായിരിക്കും ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇനി വോളിയമാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ ആ ഗീവൺ വോളിയത്തെ ബാലൻസ്ഡ് ഇക്വേഷനിലുള്ള വോളിയം ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതാണോ ചെറുത് കിട്ടുന്നത് അതായിരിക്കും അവിടെ ലിമിറ്റിംഗ് റിയേജൻറ്റ്. ലിമിറ്റിംഗ് റിയേജൻറ്റ് അറിയാമെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കാം? ഇറ്റ് ഈസ് പോസിബിൾ ടു ഫൈൻഡ് ഔട്ട് ദി എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഫോംഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക.
അപ്പോൾ എനിക്ക് ബേസിക് കോൺസെപ്റ്റായിട്ട് ബന്ധപ്പെട്ട് ഈ 3 കാര്യത്തിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് മോൾ കോൺസെപ്റ്റ് വിച്ച് ഇൻക്ലൂഡ് ബോത്ത് ഗ്രാം അറ്റോമിക് മാസ് ആൻഡ് ഗ്രാം മോളിക്കുലാർ മാസ്, 2 ലിമിറ്റിംഗ് റിയേജൻറ്റ്, 3 സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ. ഓക്കെ, സോ ലെറ്റ് മീ ഗോ ടു ദ സ്ട്രക്ചർ ഓഫ് ആറ്റം, സെക്കൻഡ് ചാപ്റ്റർ. ദാറ്റ് ഈസ് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ഫസ്റ്റ് പാർട്ട് നമുക്കറിയാം അബൌട്ട് ദ ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആൻഡ് മോഡൽ ഓഫ് ആറ്റംസ് സച്ച് ആസ് ജെ തോംസൺ മോഡൽ ഓഫ് ആറ്റം ആൻഡ് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. ഇതിൽ നിന്ന് ഞാൻ തൊട്ടടുത്ത പാർട്ടിലേക്ക് വരുന്നു. ദാറ്റ് ഈസ് അബൌട്ട് അവർ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആൻഡ് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി വേവ് ലെങ്ത്, വേവ് നമ്പർ, ഫ്രീക്വൻസി, വെലോസിറ്റി, ടൈം പീരീഡ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫോർമുല ഒന്ന് കീപ്പ് ചെയ്താൽ മാത്രം മതി. നേരെ മറിച്ച് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, അതായത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി മനസ്സിൽ കീപ്പ് ചെയ്യേണ്ട ഫോർമുല, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ എനർജി നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി വി ക്യാൻ യൂസ് ദിസ് ഫോർമുല E ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് ഉപയോഗിക്കരുത്. വി ക്യാൻ യൂസ് E ഈസ് ഈക്വൽ ടു എൻ എച്ച് ന്യൂ. ഞാനിവിടെ n ചേർക്കാനുള്ള കാരണം because we know that a body can emit or absorb radiation only as an integral multiple of quanta. അപ്പം ഈ n റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് ക്വാണ്ടയാണ്. അപ്പോൾ ആ ഒരു തെറ്റുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഞാൻ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് ക്വാണ്ടയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഫോട്ടോൺസ്. ഓക്കെ, ഇനി നമുക്ക് വെലോസിറ്റി ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ ഇതിന് പകരം E ഈസ് ഈക്വൽ ടു എച്ച് ന്യൂവിന് പകരം നമുക്ക് ഏത് ഉപയോഗിക്കാം? E ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ ഉപയോഗിക്കാം, അല്ലെങ്കിൽ E ഈസ് ഈക്വൽ ടു എൻ എച്ച് സി ബൈ ലാംഡ നമുക്ക് ഉപയോഗിക്കാം. ഹിയർ ഓൾസോ n റെപ്രസെൻറ്റ് നമ്പർ ഓഫ് ക്വാണ്ട ഓർ നമ്പർ ഓഫ് ഫോട്ടോൺസ്. അപ്പം പാർട്ടിക്കിൾ നേച്ചറിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1. അടുത്തത് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കറിയാം നമുക്ക് പ്രധാനമായിട്ടും 5 തരത്തിലുള്ള ഹൈഡ്രജൻ സ്പെക്ട്രം ഉണ്ട്. ദാറ്റ് ഈസ് ലൈമൺ സീരീസ്, ബാൽമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫണ്ട് സീരീസ്. ഹംഫ്രി സീരീസ് നമ്മുടെ സിലബസിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ ഒരു സ്റ്റാർ മാർക്ക് കൊടുത്തിരിക്കുന്നത്. ഈ 5 എണ്ണം നമ്മൾ ഓർത്തിരുന്ന് വെച്ചാൽ മതി. ലൈമൺ സീരീസ്, ബാൽമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫണ്ട് സീരീസ്. ഇത് ഏതൊക്കെ റീജിയനിലാണ് വരുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചേക്കുക. ലൈമൺ സീരീസ് അൾട്രാ വയലറ്റ് റീജിയനിലാണ്, ബാൽമർ സീരീസ് വിസിബിൾ റീജിയനിലാണ്, ബാക്കിയുള്ള ആൾക്കാരെല്ലാം വരുന്നത് എവിടെയാണ്? ഇൻഫ്രാറെഡ് റീജിയനിലാണ് വരുന്നത്. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് ഇതിൻ്റെ വേവ് നമ്പറോ വേവ് ലെങ്തോ ഫ്രീക്വൻസിയോ കണ്ടുപിടിക്കാനായിരിക്കും. വേവ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മുടെ NCERT-യിൽ തന്നിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് നമുക്ക് വേവ് ലെങ്തും കണ്ടുപിടിക്കാം, ഫ്രീക്വൻസിയും കണ്ടുപിടിക്കാം. ഇനിയിപ്പോൾ എനർജി ആണെങ്കിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. വേവ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി വി ആർ യൂസിങ് ദ റിഡ്ബർഗ് ഫോർമുല, ദാറ്റ് ഈസ് RH ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ ഇൻറ്റു സെഡ് സ്ക്വയർ. n1 റെപ്രസെൻറ്റ് ലോവർ എനർജി ലെവൽ ആൻഡ് n2 റെപ്രസെൻറ്റ് ഹയർ എനർജി ലെവൽ. RH റെപ്രസെൻറ്റ് റിഡ്ബർഗ് കോൺസ്റ്റന്റ് വിച്ച് ഈസ് ഈക്വൽ ടു 109677 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് റിഡ്ബർഗ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെ ഒരു തെറ്റ് വരാനുള്ള ഒരു സാധ്യത ഈ n1ഉം n2ഉം ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും മനസ്സിൽ ഓർത്തേക്കണം, ഇപ്പം ഞാൻ 1ൽ നിന്ന് 3ലേക്ക് പോയാലോ അല്ലെങ്കിൽ 1ൽ നിന്ന് 5ലേക്ക് പോയാലും 5ൽ നിന്ന് ഞാൻ 1ലേക്ക് വന്നാലും, അതായത് ഒന്നാമത്തെ എനർജി ലെവലിൽ നിന്ന് ഞാൻ 8ാമത്തെ എനർജി ലെവലിലേക്ക് പോയാലും 8ാമത്തെ എനർജി ലെവലിൽ നിന്ന് 1ാമത്തെ എനർജി ലെവലിലേക്ക് വന്നാലും n1 എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും, ലോവർ എനർജി ലെവലായിരിക്കും. n2 എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഹയർ എനർജി ലെവലായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് ആ ഒരു ഫോർമുല ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് വേവ് നമ്പറിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി? ന്യൂ ബാർ എന്ന് പറയുന്നത് 1/λ ആണെന്ന് അറിയാം. 1/λ ഈസ് ഈക്വൽ ടു RH ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ ഇൻറ്റു സെഡ് സ്ക്വയർ ആണ് വരുന്നത്. ഇനി അതേപോലെ തന്നെ ഫ്രീക്വൻസി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ വെലോസിറ്റി ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. RH ഇൻറ്റു C ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ ഇൻറ്റു സെഡ് സ്ക്വയർ ചെയ്താൽ മതി. ഓക്കെ, ദെൻ അതോട് ബന്ധപ്പെട്ട് തന്നെ സീരീസ് ലിമിറ്റ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് ലൈനിൻ്റെ കാര്യം കൂടി ഒന്ന് ഓർത്തോണം. സീരീസ് ലിമിറ്റ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് ലൈൻ മീൻസ് the last line of each series is considered as a limiting line or series limit. ഓരോ സീരീസിൻ്റെയും അവസാനത്തെ ലൈനിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് ലൈൻ എന്ന് വിളിക്കുന്നത്. അഥവാ ദാറ്റ് ലൈൻ ഈസ് ഓൾസോ കോൾഡ് ആസ് ലൈൻ ഓഫ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്. ലൈൻ ഓഫ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്.
കാരണം ലാസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും എനർജി ഏറ്റവും കൂടുതലായിരിക്കും, അഥവാ വേവ് ലെങ്ത് ഏറ്റവും കുറവായിരിക്കും. അപ്പം ലാസ്റ്റ് ലൈനിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, യു ക്യാൻ യൂസ് ഡയറക്റ്റ്ലി ദി ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു n1 സ്ക്വയർ ഡിവൈഡഡ് ബൈ RH ഇൻറ്റു സെഡ് സ്ക്വയർ. ഓക്കെ, വേർ സെഡ് റെപ്രസെൻറ്റ് അറ്റോമിക് നമ്പർ. അപ്പോൾ ഞാൻ ഈ ഹൈഡ്രജൻ സ്പെക്ട്രം പറയുന്നതിന് മുൻപ് ഒരു ചെറിയൊരു കാര്യം കൂടി ഓർത്തോണം. NCERT ബുക്കിലേക്ക് പോകുമ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ മാത്രമേ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യുന്നുള്ളൂ നമ്മുടെ റിഡ്ബർഗ് ഫോർമുല. അതുകൊണ്ട് തന്നെ NCERT ബുക്കിൽ ഈ സെഡ് സ്കോറിൻ്റെ ടേം അവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല. കാരണം ഹൈഡ്രജൻ ആറ്റം ആയതുകൊണ്ട് സെഡ് അവിടെ 1. പക്ഷേ നോർമലി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ മാത്രമല്ല ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിലെല്ലാം നമുക്കിത് അപ്ലൈ ചെയ്യാം. ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ കൂടാതെ ഏതൊക്കെയുണ്ട്? ഹീലിയം പ്ലസ് വരുന്നുണ്ട്, ലിഥിയം 2+ വരുന്നുണ്ട്, ബെർലിയം 3+ വരുന്നുണ്ട്. ഇതിലെല്ലാം നമുക്ക് ഈ റിഡ്ബർഗ് ഫോർമുല അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ആ സെഡിൻ്റെ കാര്യം ഓർത്തോണം. ഹൈഡ്രജൻ ആറ്റം വരുമ്പോൾ മാത്രമേ സെഡ് 1 ആകുന്നുള്ളൂ. ഹീലിയം പ്ലസ് വരുമ്പോൾ സെഡ് 2, ലിഥിയം 2+ വരുമ്പോൾ സെഡ് 3, ബെർലിയം 3+ വരുമ്പോൾ സെഡ് 4, അനുസരിച്ച് മാറ്റം വരുന്നുണ്ട് അവിടെ. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ഓർത്തോണം. അപ്പോൾ ഇവിടെയും ആ ഒരു ഫോർമുല നമ്മൾ മറ്റൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്തിൻ്റെ സ്ഥാനത്ത് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ലൈൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ, ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ലൈൻ ലാസ്റ്റ് ലൈൻ എന്നാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തത്. ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ലൈൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഫസ്റ്റ് ലൈൻ ആയിരിക്കും. അപ്പം ഫസ്റ്റ് ലൈനിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഫോർമുല ഒന്നുമില്ല. നമ്മുടെ റിഡ്ബർഗ് ഫോർമുല തന്നെ നമ്മളവിടെ ഉപയോഗിച്ചോണം. ദാറ്റ് ഈസ് 1/λ ഈസ് ഈക്വൽ ടു RH ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ ഇൻറ്റു സെഡ് സ്ക്വയർ. അത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് അഥവാ ഫസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഓരോ സീരീസിലും n1ഉം n2ഉം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ബിറ്റ്വീൻ 2 എനർജി ലെവൽ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫോർമുല n2 മൈനസ് n1 ഇൻറ്റു n2 മൈനസ് n1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ലിജി പനക്കൽ പറഞ്ഞത് ശരിയാണ് കേട്ടോ. യെസ്. നമ്മുടെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്തിൻ്റെ കേസിൽ നമുക്ക് ഫോർമുല ലാംഡ ഈസ് ഈക്വൽ ടു n1 സ്ക്വയർ ഡിവൈഡഡ് ബൈ RH ഇൻറ്റു സെഡ് സ്ക്വയർ വരാനുള്ള കാരണം ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എടുക്കുമ്പോൾ ലാസ്റ്റ് ലൈനാ n2 എപ്പോഴും എന്തായിരിക്കും പറയാമോ? ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പം ഞാൻ ആ ഒരു പോയിന്റിലേക്ക് ഒന്നും പോകുന്നില്ല. നമുക്ക് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട്, ഇനി നമ്മൾ അതിൻ്റെ കാരണങ്ങളിലേക്കൊന്നും പോകാതെ ഡയറക്റ്റായിട്ട് നമ്മൾ ആ ഫോർമുല മനസ്സിൽ കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ആ കാര്യങ്ങൾക്കായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ നമ്മുടെ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്യേണ്ട ആൾക്കാരാണ്, അല്ലെങ്കിൽ ഫിനിഷിംഗ് ലൈനിലേക്ക് എത്താനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. ലൈൻ ക്രോസ് ചെയ്യുക എന്നുള്ളതിനാണ് നമുക്കിനി ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഓരോ ഫോർമുല എവിടേക്കാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുക. ഓക്കെ, ബോർ മോഡൽ ഓഫ് ആറ്റം. ബോർ മോഡൽ ഓഫ് ആറ്റത്തെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഓരോ പോയിന്റ് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. നമുക്കറിയാം റേഡിയസ് ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ, രണ്ടാമത്തെ പോയിന്റ് നോക്കുക. റേഡിയസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ യൂസിങ് ദ ഫോർമുല A0 ഇൻറ്റു n സ്ക്വയർ ബൈ സെഡ് സ്ക്വയർ. A0 ഇൻറ്റു n സ്ക്വയർ ബൈ സെഡ്. n represent the orbit in which electron is present. Where A0 is a constant, we know that 0.529 Armstrong or 52.9 picometer. ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 0.53 ആംസ്ട്രോങ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 53 പൈക്കോമീറ്റർ ഉപയോഗിക്കാം. മൂന്നാമത്തെ പോയിന്റ് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ, വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ആണ് ചോദിക്കുന്നത് എങ്കിൽ വി ക്യാൻ യൂസ് ദ ഫോർമുല 2.2 ഇൻറ്റു 10⁻⁶ ഇൻറ്റു Z/n മീറ്റർ പെർ സെക്കൻഡ്. നോക്കിക്കേ, ആ വ്യത്യാസമാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. റേഡിയസ് ചോദിക്കുമ്പോൾ n²/z കോൺസ്റ്റന്റ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. വെലോസിറ്റി ചോദിക്കുമ്പോൾ Z/n കോൺസ്റ്റന്റ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത പോയിന്റ്, നാലാമത്തെ പോയിന്റ് ആംഗുലാർ മൊമെന്റം ആണെങ്കിൽ NH/2π. അഞ്ചാമത്തെ പോയിന്റിൽ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ or ionization energy of an electron or energy of an orbit, ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതെങ്കിൽ, അതായത് ഒരു ഇലക്ട്രോണിൻ്റെ എനർജി കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയോണൈസേഷൻ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓർബിറ്റിൻ്റെ എനർജി ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മൂന്നിൽ ഏത് ചോദിച്ചു കഴിഞ്ഞാലും സെയിം റിലേഷൻഷിപ്പ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എനർജി ഈസ് ഈക്വൽ ടു -13.6 ഇൻറ്റു Z² ഡിവൈഡഡ് ബൈ n² ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം.
ഇനി യൂണിറ്റ് ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റത്തിൽ നിന്ന് ജൂൾ പെർ ആറ്റത്തിലേക്കാണ് വരുന്നത് എങ്കിൽ വി നീഡ് ടു മൾട്ടിപ്ലൈ Z² ഡിവൈഡഡ് ബൈ N² വിത്ത് വിച്ച് കോൺസ്റ്റന്റ് -2.18 ഇൻറ്റു 10⁻⁻18. യൂണിറ്റ് കിലോ ജൂൾ പെർ മോൾ ആണ് എങ്കിൽ Z² ബൈ N² മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് -1312 ഉപയോഗിച്ചായിരിക്കണം. കിലോ കാലറി പെർ മോൾ ആണ് യൂണിറ്റ് എങ്കിൽ Z² ബൈ N² മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് -313.6 ഉപയോഗിച്ചായിരിക്കണം. അപ്പം ഞാൻ നേരത്തെ റേഡിയസിൻ്റെ കേസിലും വെലോസിറ്റിയുടെ കേസിലും പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഇതിനെ കൈകാര്യം ചെയ്യുന്നത്, ഈ ഫോർമുലേനെ. അല്ലാതെ നമ്മളത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണമെന്നില്ല. റേഡിയസിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? Z² ബൈ Nനെ കോൺസ്റ്റന്റ് ഉപയോഗിച്ച് അവിടെ മൾട്ടിപ്ലൈ ചെയ്തു. വെലോസിറ്റിയിലേക്ക് വന്നപ്പോൾ Z ബൈ Nനെ കോൺസ്റ്റന്റ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഞാൻ അതൊന്നും കൂടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നു. N² ബൈ സെഡിനെ കോൺസ്റ്റന്റ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്തു റേഡിയസിൻ്റെ കേസിൽ. വെലോസിറ്റിയുടെ കേസിൽ Z ബൈ Nനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്തത്. നേരെ മറിച്ച് എനർജിയുടെ കേസിലേക്ക് വന്നപ്പോൾ Z² ബൈ N²നെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ആ കോൺസ്റ്റന്റ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ അറിയേണ്ടത്, അല്ലെങ്കിൽ അറിയേണ്ടത് എവിടെ നിന്നായിരിക്കണം? യൂണിറ്റിൽ നിന്നായിരിക്കണം. ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റമാണ് നമ്മുടെ യൂണിറ്റ് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ ഏതായിരിക്കണം? -13.6 ആയിരിക്കണം. ജൂൾ പെർ ആറ്റം ആണെങ്കിൽ -2.18 ഇൻറ്റു 10⁻⁻18 ആയിരിക്കണം കോൺസ്റ്റന്റ് വരേണ്ടത്. ഇനി കിലോ ജൂൾ പെർ മോൾ ആണെങ്കിൽ -1312 ആയിരിക്കണം കോൺസ്റ്റന്റ് വരേണ്ടത്. കിലോ കാലറി പെർ മോൾ ആണെങ്കിൽ -313.6 ആയിരിക്കണം. ഈ രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ മനസ്സിൽ അതുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ ഇക്വേഷൻ മറക്കാൻ എടുക്കുന്ന സമയം കൂടുതലായിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം ഓർത്തിരിക്കുമെന്ന്. ഇനി രണ്ടാമത് വേറൊരു പ്രത്യേകത കൂടെ ഞാൻ പറയാനുള്ളത്, ഇലക്ട്രോണിൻ്റെ എനർജി കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നിങ്ങൾ ആ ഇക്വേഷനിൽ മൈനസ് കൊടുക്കാവുള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞത് ഈ ഇക്വേഷൻ ഇലക്ട്രോണിൻ്റെ എനർജി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം, അയോണൈസേഷൻ എനർജി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം, ഓർബിറ്റിൻ്റെ എനർജി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. പക്ഷേ ഇലക്ട്രോണിൻ്റെ എനർജി കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ മാത്രമേ ജുബിന മേരി മാത്യു, ലിജി പനക്കൽ, ലക്ഷ്മി പ്രകാശ് ഇലക്ട്രോണിൻ്റെ എനർജി കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ? ആ മൈനസ് കൊടുക്കാവുള്ളൂ. അതിന് റീസൺ ഉണ്ട്. കാരണം ഒരാറ്റത്തിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി നമ്മളെപ്പോഴും 0-നേക്കാളും കുറവായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഞാൻ ആ റീസണിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട, ഈ സമയം നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്നൊന്ന് ഈ ഇക്വേഷനൊക്കെ ഒന്ന് പഠിച്ച് വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ നാളെ സമയം കിട്ടുമ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നിങ്ങളൊന്ന് റീഫ്രഷ് ചെയ്യുക, ചെയ്തു നോക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുക. ഈ ഫോർമുലാസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊരു 99 ക്വസ്റ്റ്യൻസിലും നിങ്ങളത് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ സാധിക്കും, നീറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസിന്. ഓക്കെ, സോ നെക്സ്റ്റ് അതേപോലെ തന്നെ ഒരു പോയിന്റും കൂടിയുണ്ട് നമ്മുടെ ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ വരുന്നത്. ഇലക്ട്രോണിൻ്റെ എനർജി കണ്ടുപിടിക്കുന്നതിനൊപ്പം തന്നെ എനർജി ലെവലുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എനർജി ലെവലുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ വി നീഡ് ടു യൂസ് ദ ഫോർമുല -13.6 മൈനസ് ഇല്ല കേട്ടോ, അവിടെ 13.6 ഇൻറ്റു 1/n1² മൈനസ് 1/n2² ഇൻറ്റു Z² ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റം. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റത്തിന് പകരം ജൂൾ പെർ ആറ്റമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ചെയ്യേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ? 13.6ന് പകരം ഏത് ഉപയോഗിക്കുക? 2.18 ഇൻറ്റു 10⁻⁻18 ഉപയോഗിക്കുക. കിലോ ജൂൾ പെർ മോൾ ആണെങ്കിൽ 13.6ന് പകരം മൈനസിൻ്റെ ആവശ്യമില്ല, 1312 ഉപയോഗിക്കുക. കിലോ കാലറി പെർ മോൾ ആണെങ്കിൽ 313.6 ഉപയോഗിക്കുക. പിടികിട്ടുന്നുണ്ടല്ലോ? നമുക്ക് അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ്, അല്ലെങ്കിൽ നമ്മൾ ഫോർമുല പഠിച്ചിരിക്കേണ്ട മെത്തേഡുകൾ മനസ്സിലാവുന്നുണ്ടല്ലോ? യെസ്, ഓക്കെ ഓക്കെ, താങ്ക് യു. എലിസുബ, പോൾ, ആൽബിൻ, ബിജു, യെസ്, മാലു, ആൻസിമോൾ, ദേവി, അംബിക, ജുമിന, മേരി മാത്യു, യെസ്, ഓക്കെ ഓക്കെ. എൻ്റെ കൂടെ ഒപ്പം വരുന്നതിന് വളരെയധികം സന്തോഷം. ഓക്കെ, നമുക്ക് മുൻപോട്ട് പോകാം. ദെൻ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ, ദാറ്റ് ഈസ് അവർ ഡി ബ്രോഗ്ലി റിലേഷൻഷിപ്പ്. ആ ഫോർമുല ജസ്റ്റ് ഏതൊക്കെ ഫോർമുല നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഒന്ന് ഓർത്ത് ഇരുന്നേക്കുക. ദാറ്റ് ഈസ് ലാംഡ ഈസ് ഈക്വൽ ടു h/p. മൊമെൻറ്റമാണ് ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നതെങ്കിൽ അവിടെയാണ് നിങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ മനസ്സിലേക്ക് ഫോർമുല ഏതാണെന്ന് വന്നിരിക്കണം. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ ഞാൻ പറഞ്ഞ ഈ ലാസ്റ്റ് ഫിനിഷിംഗ് ലൈനിലേക്ക് നമ്മൾ കാല് എടുത്ത് വെക്കുമ്പോൾ ആ സ്പീഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സെക്കൻഡിൽ ഒരു സ്റ്റെപ്പിലാണോ നമ്മൾ ഫിനിഷിംഗ് ലൈനിലേക്ക്, അല്ലെങ്കിൽ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെക്കൻഡിൽ 2 സ്റ്റെപ്പാണോ 3 സ്റ്റെപ്പാണോ 4 സ്റ്റെപ്പാണോ എന്നെല്ലാം തീരുമാനിക്കുന്നത് ക്വസ്റ്റ്യൻ വായിച്ച് നമ്മുടെ മനസ്സിലേക്ക് എത്ര എളുപ്പം എന്നാണോ ഫോർമുലാസ് ഏതാണെന്ന് വരുന്നത്. ആ ഒരു സ്പീഡാണ് എപ്പോഴും ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ് നമ്മളെ അല്ലെങ്കിൽ മൊമെൻറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്
ക്വസ്റ്റ്യനിൽ മൊമെൻറ്റം ആണ് തന്നിരിക്കുന്നതെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി. നേരെ മറിച്ച് ക്വസ്റ്റ്യനിൽ വെലോസിറ്റി ആണ് തന്നിരിക്കുന്നതെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. നേരെ മറിച്ച് കൈനറ്റിക് എനർജിയാണ് വന്നിരിക്കുന്നതെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ √2m കൈനറ്റിക് എനർജി. റീസെൻ്റ് ആയിട്ട് നീറ്റിൽ വന്നിട്ടുണ്ട് ആ ഫോർമുല ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ വീണ്ടും നമുക്ക് കൈനറ്റിക് എനർജിനെ Q ഇൻറ്റു വി എന്ന് എഴുതാം. നമുക്ക് പൊട്ടൻഷ്യൽ ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ √2m Q വി. അപ്പോൾ ഈ 4 ഏത് ഫോർമുല വേണേലും ക്വസ്റ്റിന് അനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. വീണ്ടും ഒരു റിലേഷൻഷിപ്പും കൂടി ഉണ്ട്. നമ്മുടെ ആംഗുലാർ മൊമെൻറ്റവും ഡി ബ്രോഗ്ലി വേവ് ലെങ്തുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. 2πr ഈസ് ഈക്വൽ ടു n ലാംഡ. 2πr ഈസ് ഈക്വൽ ടു n ലാംഡ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്തായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, യെസ് ഓക്കെ. യെസ് ഓക്കെ. യെസ്, ഞാൻ നിങ്ങളുടെ കമൻറ്റൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശ്രീലക്ഷ്മി യെസ്, ലിജി പനക്കൽ, ദേവി അംബിക യെസ്. നമ്മൾ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പേര് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനൊരു എളുപ്പമുണ്ടായിരിക്കും. ഓക്കെ, നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. യെസ്, ഓക്കെ. ഹേസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π ആണ് നമ്മൾ NCERT പറഞ്ഞിരിക്കുന്നെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിട്ട് എടുക്കാം? ഈക്വൽ ടു ആയിട്ട് എടുക്കാം. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എച്ച് ബൈ 4π മൊമെൻറ്റമാണ് തന്നിരിക്കുന്നതെങ്കിൽ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ, ഡെൽറ്റ പി എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം. ഇനി ക്വസ്റ്റ്യനിൽ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു എച്ച് ബൈ 4π അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു എച്ച് ബൈ 4π എം. അപ്പം ഈ രണ്ട് ഇക്വേഷൻ ആയിരിക്കണം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. ക്വസ്റ്റ്യനിൽ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം ആണോ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ആണോ എന്നതിനനുസരിച്ചായിരിക്കണം ഇതിലേതാണ് വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മനസ്സിലത് കീപ്പ് ചെയ്തോണം. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി എളുപ്പം ഇവിടെ ഈ എച്ച് ബൈ 4π എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. ആ വാല്യൂ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നെക്സ്റ്റ് കോണ്ടന്റ് നമ്പേഴ്സ്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കോണ്ടന്റ് നമ്പേഴ്സിലേക്ക് പോകുന്നില്ല. അതിലെ ചില ഫോർമുലാസ് ഒന്ന് നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ ഫോർമുല ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് സബ്ഷെൽ പ്രസന്റ് ഇൻ എന്ത് ഷെല്ല്. എന്ത് ഷെല്ലിലുള്ള സബ്ഷെല്ലിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എപ്പോഴും n ആയിരിക്കും. നമ്പർ ഓഫ് ഓർബിറ്റൽസ് പ്രസന്റ് ഇൻ എന്ത് ഷെല്ല് ഈസ് ഈക്വൽ ടു n സ്ക്വയർ. നമ്പർ ഓഫ് ഓർബിറ്റൽസ് പ്രസന്റ് ഇൻ എ സബ്ഷെല്ല്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ എ എന്ത് ഷെല്ല് ഈസ് ഈക്വൽ ടു 2n സ്ക്വയർ. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. എന്ത് ഷെല്ലിലുള്ള സബ്ഷെല്ലിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എപ്പോഴും n തന്നെയായിരിക്കും. അതായത് ഫസ്റ്റ് ഷെല്ലിലുള്ള സബ്ഷെല്ലിൻ്റെ എണ്ണം 1, സെക്കൻഡ് ഷെല്ലിലുള്ള സബ്ഷെല്ലിൻ്റെ എണ്ണം 2, തേർഡ് ഷെല്ലിലുള്ള സബ്ഷെല്ലിൻ്റെ എണ്ണം 3, ഫോർത്ത് ഷെല്ലിലുള്ള സബ്ഷെല്ലിൻ്റെ എണ്ണം 4, ഫിഫ്ത്ത് ഷെല്ലിലുള്ള സബ്ഷെല്ലിൻ്റെ എണ്ണം 5. ഏതൊക്കെയാ? എസ്, പി, ഡി, എഫ്, ജി വരുന്നത് തുടങ്ങുന്നത് ഫിഫ്ത്ത് ഷെല്ലിലാണ്. ഇനി വീണ്ടും നമ്പർ ഓഫ് ഓർബിറ്റൽസ് പ്രസന്റ് ഇൻ എന്ത് ഷെല്ല്? n സ്ക്വയർ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ എന്ത് ഷെല്ല്? അതിൻ്റെ ഇരട്ടി 2n സ്ക്വയർ. കാരണം ഒരു ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ അല്ലേ ഉള്ളത്. ഇനി വീണ്ടും നമ്പർ ഓഫ് ഓർബിറ്റൽസ് പ്രസന്റ് ഇൻ എ സബ്ഷെല്ലാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ, ഷെല്ലിന് പകരം സബ്ഷെല്ലാണ് വന്നിരിക്കുന്നതെങ്കിൽ 12+1. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ സബ്ഷെൽ ഈസ് ഈക്വൽ ടു അതിൻ്റെ ഇരട്ടി 2 × 12+1. ഓക്കെ, അപ്പം ഈ ഒരു ഫോർമുല ഒന്ന് ഓർത്ത് വെച്ചേക്കണം. നോഡ്, നമുക്കറിയാം നോഡ് എന്ന് പറയുന്നത് റീജിയൻ വെർ 0 പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺസാണ്. നോഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2 തരത്തിലുള്ള നോഡാണുള്ളത്. സ്പെറിക്കൽ അല്ലെങ്കിൽ റേഡിയൽ നോഡും ഉണ്ട്, ആംഗുലാർ അല്ലെങ്കിൽ പ്ലനാർ നോഡും ഉണ്ട്. നമ്പർ ഓഫ് സ്പെറിക്കൽ ഓർ റേഡിയൽ നോഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദ ഫോർമുല n-l-1. ആംഗുലാർ ഓർ പ്ലനാർ നോഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദി വാല്യൂ ഓഫ് L. ടോട്ടൽ നോഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ മനസ്സിൽ ഓർക്കുക, ആംഗുലാർ അല്ലെങ്കിൽ സ്പെറിക്കൽ നോഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് n-l-1. ആംഗുലാർ ഓർ പ്ലനാർ നോഡാണെങ്കിൽ L. ടോട്ടൽ നോഡ് കണ്ടുപിടിക്കാനാണെങ്കിൽ രണ്ടും കൂടെ നിങ്ങൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി? ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പം ഞാൻ ഈ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഒന്ന് നമ്മൾ ഇതിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്ന് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, 2 നമ്മുടെ ഹൈഡ്രജൻ സ്പെക്ട്രം റിഡ്ബർഗ് ഫോർമുല, 3 ബോർ മോഡൽ ഓഫ് ആറ്റം, 4 ഡി ബ്രോഗ്ലി റിലേഷൻഷിപ്പ് ആൻഡ് ഹേസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, 5 കോണ്ടന്റ് നമ്പേഴ്സ്. അപ്പോൾ ഇതിൽ ഈ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ഒരു 80% പോസിബിലിറ്റി, എൻ്റെ ഒരു അഭിപ്രായത്തിൽ 80% പോസിബിലിറ്റി, അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ച ആ പാറ്റേൺ വെച്ച്
മനസ്സിലാക്കി പറയുകയാണെങ്കിൽ പോസിബിലിറ്റി എന്ന് എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ എപ്പോഴും ഈ കോണ്ടന്റ് നമ്പേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ളതാണ്. അപ്പോൾ ഈ കോണ്ടന്റ് നമ്പേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം. പ്രത്യേകിച്ച് നിങ്ങൾ ഈ അവസാന സമയത്ത് അറ്റോമിക് സ്ട്രക്ചർ പഠിക്കുമ്പോൾ തന്നെ കോണ്ടന്റ് നമ്പേഴ്സ് പ്രത്യേകം ഫോക്കസ് ചെയ്തോണം. അവിടെ എറർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇസിൻറ്റ് ഇറ്റ്? ദേവി അംബിക, ഓക്കെ. ലിജി പനക്കൽ, ജുബിന മേരി, ആ ഒരു കാര്യം. സിദ്ധാർത്ഥൻ എ, യെസ്, ഓക്കെ, സിദ്ധാർത്ഥൻ എ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ആ ഒരു കാര്യം നിങ്ങൾ കോണ്ടന്റ് നമ്പേഴ്സിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. അവിടെ പൊതുവെ കുട്ടികൾ എളുപ്പമായിട്ട് തോന്നുമെങ്കിലും ചെറിയൊരു കെയർലെസ് കൊണ്ട് തെറ്റ് സംഭവിക്കുന്ന പാർട്ടാണ് കോണ്ടന്റ് നമ്പേഴ്സ്. ദെൻ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതിനാ? ഗ്യാസ് ലോസിന് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതിനർത്ഥം അടുത്തതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത ഇല്ല എന്നുള്ളതല്ല, പക്ഷേ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ തിയററ്റിക്കലാണ്. നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്, അതുപോലെ തന്നെ മോളിക്കുലാർ സ്പീഡ്സ്, then about our deviation from ideal behavior of real gas, വാൻ ഡർ വാൾസ് ഇക്വേഷൻ, ഇവിടെയൊക്കെ കുറേ കൂടെ തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് നമ്മുടെ ഗ്യാസ് ലോസിൽ നിന്നാണ്. ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗേലുസാക്സ് ലോയ്, അവഗാഡ്രോസ് ലോയ്, ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈക്വൽ പ്രയോറിറ്റി കേട്ടോ, ഗ്യാസ് ലോസിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവണം എന്ന് സാധാരണ നിർബന്ധമില്ല. ഇതെല്ലാം ഞാൻ പറയുന്നത് ഈ മുൻ വർഷങ്ങളിൽ വന്നിരിക്കുന്ന ഒരു 10-20 വർഷമായിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെ ബേസ് ചെയ്തുള്ള അല്ലെങ്കിൽ ആ ഒരു അനാലിസിസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ തീർച്ചയായിട്ടും ബോയിൽസ് ലോ അല്ലെങ്കിൽ ഈ ഗ്യാസ് ലോസിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മളെപ്പോഴും പഠിപ്പിക്കുമ്പോൾ പ്രയോറിറ്റി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നമ്മൾ ഗ്യാസ് ലോസിന് കൊടുക്കാനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NCERT ബുക്ക് എടുക്കുകയാണെങ്കിലും എക്സസൈസ് പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഈ ഗ്യാസ് ലോസിനെ ബേസ് ചെയ്തിട്ട് വരുന്നത്. പക്ഷേ അതിന് നമ്മുടെ എൻട്രൻസിലേക്ക് വരുമ്പോൾ ചോദ്യങ്ങൾ അവിടെ നിന്ന് മാത്രം അല്ല, നമുക്ക് രണ്ടിടത്തുനിന്നും ഈക്വൽ പ്രയോറിറ്റിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പ്രത്യേകിച്ച് കംപ്രസിബിലിറ്റി ഫാക്ടറിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ്, തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പല വർഷങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. ഈ റീസെൻ്റ് ആയിട്ടുള്ള ഇയറിൽ പോലും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഈ കംപ്രസിബിലിറ്റി ഫാക്ടർ, അതായത് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് എന്ന പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഏതായാലും ഗ്യാസ് ലോസിലേക്ക് ആദ്യം പോകുന്നു. ബോയിൽസ് ലോയിലേക്ക് പോവുകയാണെങ്കിൽ, സോ വി നോ ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഫോർ എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ്. മാസും അവിടെ കോൺസ്റ്റന്റ് ആണ് ഗ്യാസിൻ്റെ കേട്ടോ, ടെമ്പറേച്ചർ മാത്രമല്ല ഗ്യാസിൻ്റെ മാസും കോൺസ്റ്റന്റ് ആണ്. വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഓർ PV ഈസ് എ കോൺസ്റ്റന്റ് ഓർ P1 V1 ഈസ് ഈക്വൽ ടു P2 V2 എന്ന് എഴുതാം. വേർ P1 ആൻഡ് V1 റെപ്രസെന്റ് the initial pressure and initial volume. P2 V2 represent final pressure and final volume. അതേപോലെ തന്നെ if two gases, gas 1 with pressure P1 and volume V1 is mixed with another gas with pressure P2 and V2, then the resulting pressure can be obtained by using the formula P1 V1 plus P2 V2 is equal to P3 V3, where P3 represent the resulting pressure and V3 represent the final volume. Okay, അപ്പോൾ ഈ ഒരു കാര്യം ബോയിൽസ് ലോയിൽ ഓർത്തിരുന്നേക്കുക. ദെൻ ചാൾസ് ലോയിലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ചാൾസ് ലോ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അവിടെയും V/T ഈസ് എ കോൺസ്റ്റന്റ് ആണ്, ഓർ V1/T1 ഈസ് ഈക്വൽ ടു V2/T2 എന്ന് സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ ചാൾസ് ലോയിലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ദിസ് റിലേഷൻ കീപ് ഇറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, യെസ്, ഓക്കെ, യെസ്, ഓക്കെ. ലിജി പനക്കൽ, ജുബിന മേരി മാത്യു, യെസ്, കറക്റ്റ് ആണ് കേട്ടോ. യെസ്, അതേ രീതിയിൽ നമ്മളെ ഫോർമുല മനസ്സിലൊന്ന് നമ്മൾ പല പ്രാവശ്യം ഒന്ന് ഓർത്ത് നോക്കി വെച്ചാൽ മതി. ഞാൻ പറഞ്ഞതുപോലെ tomorrow and day after tomorrow you just use your time to refresh the questions, isn't it? Then pressure temperature relationship, that is our Gay-Lussac law. അപ്പോൾ നമ്മൾ ബോയിൽസ് ലോയിൽ നിന്ന് ചാൾസ് ലോയിൽ നിന്ന് ഗേ-ലുസാക്സ് ലോയിലേക്ക് വരുമ്പോഴത്തേക്കും അറ്റ് കോൺസ്റ്റന്റ് വോളിയം ദർ വി ക്യാൻ സീ ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം വി ക്യാൻ സീ ദാറ്റ് പ്രഷർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ് വരുന്നത്. കോൺസ്റ്റന്റ് വോളിയത്തിൽ പ്രഷർ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, P/T ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ P1/T1 ഈസ് ഈക്വൽ ടു P2/T2. ഓക്കെ, അപ്പം ഈ 3 ഗ്യാസ് ലോസും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നു, അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയി. അവിടെ ബോയിൽസ് ലോയുടെ പ്രത്യേകത, ചാൾസ് ലോയുടെ പ്രത്യേകത, ആൻഡ് ദെൻ ഗേ-ലുസാക്സ് ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അവഗാഡ്രോസ് ലോ. നമ്മൾ ബേസിക് കോൺസെപ്റ്റ് തൊട്ട് കേട്ടിട്ടുള്ളതാണ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് കൺസിസ്റ്റ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് മോൾസ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് കൺസിസ്റ്റ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് മോൾസ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ
100 ml ബീക്കറുകളിൽ 400 ml ബീക്കറിനെ എടുക്കുന്നു. അതായത് 100 ml ക്ലോറിൻ ഗ്യാസ് എടുക്കുന്നു, 100 ml H2 ഗ്യാസ് എടുക്കുന്നു, ഹൈഡ്രജൻ ഗ്യാസ് എടുക്കുന്നു, 100 ml ഓക്സിജൻ ഗ്യാസ് എടുക്കുന്നു, 100 ml NH3 ഗ്യാസ് എടുക്കുന്നു. ഈ നാലിലും നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് 100 ml NH3 മോളിക്യൂൾ ഈസ് ഈക്വൽ ടു number of molecules in 100 ml chlorine gas, which is equal to number of molecules in 100 ml H2 gas, which is equal to number of molecules in 100 ml O2 gas. That is, equal volume of all gases consist of equal number of moles or number of molecules. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വോളിയം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു n എന്ന് എടുക്കാം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. Then about our ideal gas equation. Actually, ideal gas equation നമ്മൾ derive ചെയ്ത് കൊണ്ടുവരുന്നത് from our gas laws. That is about our Boyle's law, then about our Charles law and our Avogadro's law. On combining these three laws, volume inversely proportional to pressure, volume directly proportional to temperature, volume directly proportional to number of moles, we can derive the relationship of ideal gas equation PV is equal to nRT. ചില സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള ചോദ്യങ്ങളിൽ ഇത് ചോദിച്ചത് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാനത് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ ഇത് മൂന്നും കൂടെ ഈ ലോ മൂന്നും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലേക്ക് വരുന്നത് പി വി ഇസ് ഈക്വൽ ടു nRT. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫോർമുല ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, R എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റാണ്. ഈ ആറിൻ്റെ വാല്യൂ എപ്പോഴും തീരുമാനിക്കുന്നത്, ക്വസ്റ്റ്യനിൽ ആറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഏതാണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് യൂണിറ്റ് ആയിരിക്കണം. യൂണിറ്റ് ജൂൾ കെൽവിൻ റൈസ് ടു -1 മോൾ റൈസ് ടു -1 ആണ് വേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ജൂളിലാണ് എങ്കിൽ R എടുക്കേണ്ടത് 8.314 ജൂൾ കെൽവിൻ റൈസ് ടു -1 മോൾ റൈസ് ടു -1 ആയിരിക്കണം. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന യൂണിറ്റ് ലിറ്റർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ ലിറ്റർ അറ്റ്മോസ്ഫിയർ കെൽവിൻ റൈസ് ടു -1 മോൾ റൈസ് ടു -1 യൂണിറ്റ് വരുന്ന മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം. ദാറ്റ് ഈസ് 0.0821 ആയിരിക്കണം എടുക്കേണ്ടത്. ഇനി നമുക്ക് യൂണിറ്റ് ക്വസ്റ്റ്യനിൽ ബാറിലാണെങ്കിൽ R ഈസ് ഈക്വൽ ടു 0.083 ലിറ്റർ ബാർ കെൽവിൻ റൈസ് ടു -1 മോൾ റൈസ് ടു -1. ഇനി യൂണിറ്റ് കാലറിയിലാണെങ്കിൽ R ഈസ് ഈക്വൽ ടു 1.987 അല്ലെങ്കിൽ 2 കാലറി കെൽവിൻ റൈസ് ടു -1 മോൾ റൈസ് ടു -1. യൂണിറ്റ് കിലോ പാസ്കലിലാണെങ്കിൽ R is equal to 8.314 കിലോ പാസ്കൽ ലിറ്റർ കെൽവിൻ റൈസ് ടു -1 മോൾ റൈസ് ടു -1. ഇനി എക്സിലാണെങ്കിൽ R is equal to 8.314 into 10 raised to 7 എക്സ് കെൽവിൻ റൈസ് ടു -1 മോൾ റൈസ് ടു -1. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എപ്പോഴും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന യൂണിറ്റിനനുസരിച്ച് മാത്രമേ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് നിങ്ങൾ സെലക്ട് ചെയ്യാവുള്ളൂ. മിക്കവാറും തന്നെ കുട്ടികൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. അത് ഞാനൊന്ന് അഡ്വാൻസ് ആയിട്ടൊന്ന് സൂചിപ്പിച്ചതാണ് ആ ഒരു കാര്യം. എപ്പോഴും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ സെലക്ട് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. So let me go to the next point. That is, ചില അഡീഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയാണ്. നമ്മളിപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ അവിടെ നമ്പർ ഓഫ് മോൾസ് ക്വസ്റ്റ്യനിൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ വി ക്യാൻ യൂസ് ദ റിലേഷൻഷിപ്പ് P1 V1 by T1 ഈസ് ഈക്വൽ ടു P2 V2 by T2. ഇനി അതേപോലെ തന്നെ നമുക്കവിടെ കോൺസ്റ്റന്റ് വോളിയം ആൻഡ് ടെമ്പറേച്ചർ ആണെങ്കിൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ആണ്, അല്ലെങ്കിൽ P1 by P2 ഈസ് ഈക്വൽ ടു N1 by N2 ആയിരിക്കും. Then similarly about the relationship between density and molar mass. Density D is equal to PM by RT എന്ന് എഴുതാം, അല്ലെങ്കിൽ molar mass is equal to DRT by P എന്നാണെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കൂടി ഐഡിയൽ ഗ്യാസ് ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഓർത്തേക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. ഡാൾട്ടൺസ് ലോയിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ആപ്ലിക്കബിൾ ആകുന്നത് ആരുടെ കേസിൽ മാത്രമേ ഉള്ളൂ? നോൺ റിയാക്ടിങ് ഗ്യാസസിൻ്റെ കേസിൽ മാത്രമേ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ആപ്ലിക്കബിൾ ആകത്തുള്ളൂ. Therefore, according to Dalton's law, the total pressure is always equal to, in the case of non-reacting gas, the total pressure is always equal to sum of partial pressure of individual gas, that is P1 plus P2 plus etc. up to P1, Pn. Then about our Graham's law of diffusion and effusion. ഇതും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. According to Graham's law of diffusion and effusion, under similar condition of pressure and temperature, rate of effusion or diffusion is inversely proportional to square of their density. That is, Graham's law പ്രകാരം rate of diffusion or effusion of gas 1 to that of gas 2 is equal to square root of density of second gas to density of first gas, or which is equal to square root of molecular mass of gas 2 divided by molecular mass of gas 1. Okay. Then if two different gas are diffused
or effused at different pressure. ഞാൻ ശ്രദ്ധിച്ചോണം ഞാൻ പറയുന്നത്. If two different gas are diffused or effused at different pressure. നേരത്തെ നമ്മൾ കണ്ട റിലേഷൻഷിപ്പിൽ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയിരുന്നു. പ്രഷർ ഡിഫറൻ്റ് ആണ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ, പ്രഷർ ഡിഫറൻ്റ് ആണ് എങ്കിൽ ദ റിലേഷൻഷിപ്പ് ഈസ് R1/R2 ഈസ് ഈക്വൽ ടു P1 ഡിവൈഡഡ് ബൈ P2 ഇൻറ്റു root of D2 divided by D1 or which is equal to P1 divided by P2 into root of M2 divided by M1. Similarly, if two different gases are diffused or effused at different volume but at the same time ആണെങ്കിൽ R1/R2 is equal to V1 divided by V2 which is equal to root of D2 divided by D1 or which is equal to root of M2 divided by M1. Okay. അതുപോലെ തന്നെ if two different gases are diffused or effused at the same volume but at a different time ആണെങ്കിൽ R1/R2 is equal to T2 divided by T1 which is equal to root of D2 divided by D1 which is equal to root of M2 divided by M1. Similarly, if two different gases are diffused or effused at constant pressure but at different temperature, then R1/R2 is equal to root of T1 by T2 into D2 by D1 or which is equal to root of T1 by T2 into M2 divided by M1. Okay. ഇപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം. Similarly, gases having ഈ ഒരു പോയിന്റും കൂടെ പ്രത്യേകം മനസ്സിലോർത്തോണം. gases having same molecular mass have same rate of diffusion under similar condition of temperature and pressure. Same molecular mass വരുന്ന ഗ്യാസുകളുടെ കേസിൽ, എക്സാമ്പിൾ കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഗ്യാസ്, ഈഥീൻ ഗ്യാസ്, ഡൈബൊറൈൻ, ഇങ്ങനെയുള്ള ഗ്യാസുകളുടെ കേസിൽ, അതായത് സെയിം മോളിക്കുലാർ മാസ് വരുന്ന ഏത് ഗ്യാസിൻ്റെ കേസിലാണെങ്കിലും റേറ്റ് ഓഫ് എഫ്യൂഷൻ ഓർ ഡിഫ്യൂഷൻ ഷുഡ് ബി സെയിം. ഓക്കെ. Then order of critical temperature. Critical temperature order already കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കോഡ് ഞാൻ പല വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. He has a nice collection of Chinese coins and stamps at home. So from this formula we can easily identify the order of critical temperature. Critical temperature order നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിൻ്റെ വാല്യൂ ടെമ്പറേച്ചർ മനസ്സിൽ ഓർക്കണമെന്നില്ല, പക്ഷേ ഈ ഓർഡർ നിർബന്ധമായിട്ടും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓർഡർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പം നമുക്ക് ഈ ഒരു ഫോർമുല ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. Critical temperature is directly proportional to easiness of liquefaction. Critical temperature is directly proportional to easiness of liquefaction. അപ്പോൾ നമ്മൾ ഹീലിയം ഗ്യാസ്, ഹൈഡ്രജൻ ഗ്യാസ്, നൈട്രജൻ ഗ്യാസ്, കാർബൺ മോണോക്സൈഡ്, ഓക്സിജൻ, മീഥേൻ, കാർബൺ ഡയോക്സൈഡ്, അമോണിയ ഗ്യാസ്, സൾഫർ ഡയോക്സൈഡ് ആൻഡ് H2O ഗ്യാസ് എടുക്കുകയാണെങ്കിൽ, so we can easily, if we know the order, we can easily solve the question based on this point. Okay. Okay. So let me go to this next chapter, thermodynamics. So dear students, let me go to the thermodynamics. Okay.
സോ തെർമോഡൈനാമിക്സിൽ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ വർക്കായിട്ടുള്ള എക്സ്പ്രഷനിൽ വർക്ക്, ദെൻ അബൌട്ട് അവർ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, എൻതാൽപ്പി, എൻട്രോപ്പി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. അഥവാ ക്വസ്റ്റ്യൻസ് കൂടുതലും വന്നിരിക്കുന്ന പാർട്ടുകളിലാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇപ്പം വർക്കിൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം 2 തരത്തിലുള്ള വർക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, കെമിസ്ട്രി ചിന്തിക്കേണ്ടത്. ദാറ്റ് ഈസ് പ്രഷർ വോളിയം വർക്കിൽ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഉണ്ട്, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഉണ്ട്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, അതായത് നമ്മുടെ കംപ്രഷൻ വർക്ക് ആണെങ്കിൽ നിർബന്ധമായിട്ടും സൈന് പ്ലസ് ആയിരിക്കണം. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ സൈന് മൈനസ് ആയിരിക്കണം. ഓക്കെ, സോ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ സൈന് ഏത് വന്നു, അഥവാ കംപ്രഷൻ വർക്ക് ആണെങ്കിൽ പോസിറ്റീവ്, എക്സ്പാൻഷൻ വർക്ക് ആണെങ്കിൽ അഥവാ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ നെഗറ്റീവ്. ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്. 2, ഐസോതെർമൽ പ്രോസസ്സിൽ 2 ടൈപ്പിലുള്ള വർക്കുണ്ട്. വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്സും ഉണ്ട്, വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ ഇർറിവേഴ്സിബിൾ പ്രോസസ്സും ഉണ്ട്. വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്സാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എക്സ്പ്രഷൻ ഈസ് W = -2.303 nRT ഇൻറ്റു ലോഗ് V2 ഡിവൈഡഡ് ബൈ V1 ആണ് വരുന്നത്. ഓക്കെ, വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്. ദെൻ നെക്സ്റ്റ് വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ ഇർറിവേഴ്സിബിൾ പ്രോസസ് ആണ് ചോദിക്കുന്നതെങ്കിൽ W = -P ΔV ആയിരിക്കണം, ഓർ W -P ഇൻറ്റു V2 മൈനസ് V1 ആണ് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഐസോതെർമൽ പ്രോസസ് ആണ് എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്തണം. റിവേഴ്സിബിൾ വർക്കാണോ ഇർറിവേഴ്സിബിൾ വർക്കാണോ ചോദിക്കുന്നത് എന്ന് അനുസരിച്ചായിരിക്കണം നമ്മൾ നമ്മുടെ ഫോർമുല സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എനിക്കിവിടെ പറഞ്ഞു തരാനുള്ളത്, ക്വസ്റ്റ്യനിൽ ഐസോതെർമൽ പ്രോസസ് ആണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ വർക്ക് റിവേഴ്സിബിൾ വർക്കാണോ ഇർറിവേഴ്സിബിൾ വർക്കാണോ എന്ന് സ്പെസിഫൈ ചെയ്തിട്ട് ഇല്ല എങ്കിൽ ഇർറിവേഴ്സിബിൾ വർക്കിൻ്റെ എക്സ്പ്രഷനെ നിങ്ങൾ കൺസിഡർ ചെയ്യാമുള്ളൂ. ഡിഡ് യു ഗെറ്റ് ഇറ്റ്? ഓക്കെ 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 ലിജി പനക്കൽ ഓക്കെ, നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പരമാവധി എൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ഫോർമുല പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻ ദ കേസ് ഓഫ് എക്സ്പാൻഷൻ, ഇതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇൻ ദ കേസ് ഓഫ് എക്സ്പാൻഷൻ ആണെങ്കിൽ റിവേഴ്സിബിൾ വർക്ക് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഇർറിവേഴ്സിബിൾ വർക്ക്. നേരെ മറിച്ച് കംപ്രഷൻ ആണ് വരുന്നതെങ്കിൽ റിവേഴ്സിബിൾ വർക്ക് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഇർറിവേഴ്സിബിൾ വർക്ക്. ഇതും മനസ്സിലൊന്ന് ഓർമ്മയിൽ നിർത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ 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 ദെൻ വർക്ക് ഡൺ ഇൻ ദ കേസ് ഓഫ് ഫ്രീ എക്സ്പാൻഷൻ, വേറൊന്നും ചിന്തിക്കേണ്ട. ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ നിർബന്ധമായിട്ടും നമുക്കറിയാം എക്സ്റ്റേണൽ പ്രഷർ അവിടെ 0 ആയിരിക്കും. എക്സ്റ്റേണൽ പ്രഷർ 0 ആണെങ്കിൽ W എന്തായിരിക്കും? 0 ആയിരിക്കും. ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ നിർബന്ധമായിട്ടും W 0 ആയിരിക്കും. അതും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന കാര്യമുള്ളൂ, അതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചതാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. ΔU = Q+W. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നമ്മുടെ മനസ്സിലുണ്ട്. ΔU = Q+W. സോ ΔU = Q+W. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഈ കാര്യങ്ങളിൽ ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടി ഒന്ന് മനസ്സിലുണ്ടാവണം. അത് പ്രത്യേകിച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അഡയബാറ്റിക് പ്രോസസ്സ് ആണെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത? Q0 ആയിരിക്കും. അതായത് അഡയബാറ്റിക് പ്രോസസ്സിൽ ΔU എപ്പോഴും ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എപ്പോഴും ആർക്ക് ഈക്വൽ ആയിരിക്കും? W ഈക്വൽ ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ, ഐസോകോറിക് പ്രോസസ് മീൻസ് കോൺസ്റ്റന്റ് വോളിയമാണ്, അഥവാ ΔV എന്താണ് അവിടെ? 0 ആണ്. ΔV 0 ആണെങ്കിൽ P ΔV 0 ആണ്, അഥവാ W 0 ആണ്. W 0 ആണെങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വി ക്യാൻ സേ ദാറ്റ് ΔU = Q. അപ്പോൾ ഈ ഒരു ഇക്വേഷനും നമ്മൾ ഐസോകോറിക് പ്രോസസ്സിൽ പഠിക്കുന്നില്ല, ഓർമ്മിക്കുന്നില്ല. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ റിലേഷൻഷിപ്പ് മാത്രം ഒന്ന് മനസ്സിലുണ്ടായാൽ മതി. ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ നമുക്കറിയാം ΔU 0 ആണ്. ΔU 0 ആണെങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം എങ്ങനെ എഴുതാം നമുക്ക്? Q = -W. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാൻ തെർമോഡൈനാമിക്സിൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞത്, ഒന്ന് വർക്ക് ഡണിൻ്റെ എക്സ്പ്രഷൻ, ഐസോതെർമൽ റിവേഴ്സിബിളും ഇർറിവേഴ്സിബിളും. രണ്ടാമത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഓർത്തിരുന്നേക്കുക. ഓക്കെ, ആ പഠിക്കേണ്ട മെത്തേഡും എൻ്റെ കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചോണം കേട്ടോ. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ΔH ആൻഡ് ΔU. ΔHും ΔUവും തമ്മിൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടി 2 ഇക്വേഷൻ ഉണ്ട്. ΔH = ΔU + P ΔV ഉണ്ട്. അതേപോലെ തന്നെ ΔH = ΔU + ΔNGRT ഉണ്ട്.
ഇപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് വോളിയവും പ്രഷറും ഒക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ വോളിയവും പ്രഷറും തന്നിട്ട് ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ജുബിന മേരി മാത്യു പെട്ടെന്നൊന്ന് പറയാമോ? ഇതിലേത് ഇക്വേഷൻ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? യെസ്, വെരി ഗുഡ്. ഫസ്റ്റ് ഇക്വേഷൻ ആണ് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഡെൽറ്റ എൻ ജി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റിൽ തരത്തില്ല. ഡെൽറ്റ എൻ ജി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? എൻ പി മൈനസ് എൻ ആർ ആ. എൻ പി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് അല്ല, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റാണ്. അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ ജി എന്ന ലെറ്റർ അവിടെ പ്രത്യേകം എടുത്തു കൊടുത്തത്. അപ്പോൾ അത് മാറിപ്പോകരുത് കേട്ടോ. യെസ് യെസ് യെസ്, ഓക്കെ, വെരി ഗുഡ് ഡിയർ സ്റ്റുഡൻസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഫർസാന ഷാനവാസ്, റൂബ ബി, ലിജി പനക്കൽ, യെസ് വെരി ഗുഡ്. ഞാൻ കാണുന്നുണ്ട്, നിങ്ങളുടെ റെസ്പോണ്ട് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, സിദ്ധാർത്ഥൻ എ, ദേവിക പി ആർ, ദേവി അംബിക, യെസ് വെരി ഗുഡ്. യെസ് യെസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, തെറ്റിക്കുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പല വർഷങ്ങളിലും കുട്ടികളോട് എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും വീണ്ടും ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ട ഒരു ഇക്വേഷനാണിത്. അത് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ തന്നെ ഇവിടെ ഒരു ഡെൽറ്റ എന്നിൻ്റെ കൂടെ ജിയും കൂടെ സ്പെസിഫൈ ചെയ്തത്. അതിൻ്റെ കാരണം ഡെൽറ്റ എൻ ജി എന്ന് പറയുന്നത് എൻ പി മൈനസ് എൻ ആർ. എൻ പി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റാണ്. എൻ ആർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻ്റാണ്. അപ്പോൾ ക്വസ്റ്റിനിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെൽറ്റ എൻ ജി കണ്ടുപിടിക്കാം. പക്ഷെ അവിടെ ശ്രദ്ധിച്ചോണം നിങ്ങൾ, ഡെൽറ്റ എൻ ജി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആരുടെ ഡിഫറൻസ് മാത്രമേ എടുക്കാവുള്ളൂ? ഗേഷ്യസ് കോമ്പണൻസിൻ്റെ ഡിഫറൻസ് മാത്രമേ എടുക്കാവുള്ളൂ. യെസ്, ആവണി ജയൻ, ദേവിക പി ആർ, റൂബൻ ഐസക്, ആ ഒരു കാര്യം മറന്നു പോയേക്കരുത്. ഫൈനൽ ലൈൻ കടക്കാൻ വേണ്ടി പോവുകയാണ്, അന്നേരമാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. പെട്ടെന്ന് നമുക്ക് അറിയാമെങ്കിൽ പോലും തെറ്റിച്ചു പോകുന്നൊരു കാര്യമാണത്. അപ്പം ഒരു കെമിക്കൽ റിയാക്ഷൻ തരുമ്പോൾ അവിടെ സോളിഡ് കോമ്പണൻ്റ് ഉണ്ടാകാം, ലിക്വിഡ് കോമ്പണൻ്റ് ഉണ്ടാകാം, ഗേഷ്യസ് കോമ്പണൻ്റ് ഉണ്ടാകാം. നമ്മൾ ആരെ മാത്രമേ കൺസിഡർ ചെയ്യാവുള്ളൂ? ഗേഷ്യസ് കോമ്പണൻ്റ് മാത്രമേ കൺസിഡർ ചെയ്യാവുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ്? ക്വസ്റ്റിനിൽ ഒരു കെമിക്കൽ റിയാക്ഷനാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇൻഡയറക്റ്റ് ആരുണ്ട്? എൻ പിയും എൻ ആറും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ എൻതാൽപ്പിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, സോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആൻഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സം ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻ്റ്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻ്റ്. അതേപോലെ തന്നെ മറ്റൊരു റിലേഷൻഷിപ്പാണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷനും എൻതാൽപ്പി ഓഫ് കമ്പഷനും തമ്മിൽ. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ്, തിരിഞ്ഞു വന്ന അവിടെ കേട്ടോ, റിയാക്റ്റൻ്റ് മൈനസ് സം ഓഫ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് പ്രൊഡക്റ്റ് ആണ് വരുന്നത്. റിലേഷൻഷിപ്പും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആൻഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, റിലേഷൻ ബിറ്റ്വീൻ എൻതാൽപ്പി ഓഫ് കമ്പഷൻ ആൻഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഓക്കെ, ദെൻ അഗെയിൻ heat capacity. Heat capacity is the quantity of heat required to raise the temperature of the system by 1 degree. ഡെഫിനേഷനിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല, ഇവിടെ ഞാൻ പറഞ്ഞു തരുന്നത് ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റിനിൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന ടേം മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ ജസ്റ്റ് യൂസ് ദ റിലേഷൻഷിപ്പ് Q ഈസ് ഈക്വൽ ടു സി ഡെൽറ്റ ടി. ക്വസ്റ്റിനിൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റി ആണ് തന്നിരിക്കുന്നതെങ്കിൽ Q ഈസ് ഈക്വൽ ടു എൻ സി ഡെൽറ്റ ടി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ് തന്നിരിക്കുന്നതെങ്കിൽ Q ഈസ് ഈക്വൽ ടു എം സി ഡെൽറ്റ ടി ഉപയോഗിക്കുക. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് ഒന്ന് ഓർത്തേക്കുക. എപ്പോഴൊക്കെയാണ് ഈ മൂന്ന് റിലേഷൻഷിപ്പ് ഉപയോഗിക്കേണ്ടത് എന്ന് ചിന്തിച്ചോണം കേട്ടോ. ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആൻഡ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തെറ്റിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം, ഇത് സി പി എന്ന് പറയുന്നത് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് വായിച്ചേക്കരുത്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. സി വി മീൻസ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. സി പി ബൈ സി വി ഈസ് ഡിനോട്ടഡ് വിത്ത് ദി സിംബൽ ഗാമ. ഇനി നമുക്ക് മോണോ അറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ സി വി വാല്യൂ എന്ന് പറയുന്നത് 3/2 R ആണ്. സി പി വാല്യൂ എന്ന് പറയുന്നത് 5/2 R ആണ്. ദെർഫോർ ഗാമ ഈസ് ഈക്വൽ ടു 5/3 വിച്ച് ഈസ് ഈക്വൽ ടു 1.66. ഡയറ്റോമിക് ഗ്യാസിൻ്റെ കേസിൽ സി വി വാല്യൂ എന്ന് പറയുന്നത് 5/2 ആറും സി പി വാല്യൂ 7/2 ആറുമാണ്. ഓർ ഗാമ വാല്യൂ ഈസ് ഈക്വൽ ടു 1.4. ട്രയറ്റോമിക് ഗ്യാസിൻ്റെ കേസിൽ സി പി വാല്യൂ
CV value 3R, CP value 4R or gamma value is equal to 1.33. ഈ ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് ഈ മോണോഅറ്റോമിക്, ഡയാറ്റോമിക്, ട്രൈഅറ്റോമിക് ഗ്യാസിൻ്റെ കേസിൽ CPയും CVയും തമ്മിലുള്ള റിലേഷൻഷിപ്പും കൂടി ഒന്ന് ശ്രദ്ധിച്ചോണം. അല്ലെങ്കിൽ CPയും CVയുടെയും വാല്യൂ ഒന്ന് ഓർത്തേക്കണം. ദെൻ ബോണ്ട് എൻതാൽപ്പി ഓർ ബോണ്ട് എനർജി റിലേഷൻഷിപ്പ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ബോണ്ട് എനർജി ഓഫ് റിയാക്റ്റൻ്റ് മൈനസ് സം ഓഫ് ബോണ്ട് എനർജി ഓഫ് പ്രൊഡക്റ്റ്. ഓക്കെ, യെസ് യെസ്, ഓക്കെ ഓക്കെ. ജുബിന മേരി, ലിജി പനക്കൽ, യെസ് യെസ് യെസ്, ഓക്കെ ഓക്കെ. ദേവി അംബിക, കറക്റ്റാണ് കേട്ടോ, പറഞ്ഞത് വളരെ ശരിയാണ്. യെസ് 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 യെസ്, യെസ് യെസ് യെസ്, ഓക്കെ ഓക്കെ. ദെൻ ഹെസസ് ലോ. അപ്പോൾ അവിടെയും ഹെസസ് ലോയിലും ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഹെസസ് ലോയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു റിയാക്ഷൻ ഒരൊറ്റ സ്റ്റെപ്പിൽ നടക്കുമ്പോഴുണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചും അതേ റിയാക്ഷൻ തന്നെ A-D ആയിട്ട് മാറുന്ന പ്രോസസ്സ് പല സ്റ്റെപ്പുകളിലൂടെ നടക്കുവാണെങ്കിലും A-B ആയിട്ട് മാറുന്നു, B-C ആയിട്ട് മാറുന്നു, C-D ആയിട്ട് മാറുന്നു, എൻതാൽപ്പി ചേഞ്ച് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരു റിയാക്ഷൻ ഒരൊറ്റ സ്റ്റെപ്പിൽ നടക്കുകയാണെങ്കിലും പല സ്റ്റെപ്പിലൂടെ നടക്കുകയാണെങ്കിലും ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് സെയിം ആയിരിക്കും. ഇതാണ് ഹെസസ് ലോയുടെ ബേസിസ്. അപ്പം ΔH ഡയറക്റ്റ് ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന പ്രോസസ്സിലുള്ള എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് പല സ്റ്റെപ്പിലൂടെ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ചിൻ്റെ സമ്മാണ്. എൻട്രോപ്പി മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ Q ഈസ് ΔS ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ T ആണ്. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഇവോൾവ്ഡ് ഇൻ ആൻ ഐസോതെർമൽ ആൻഡ് റിവേഴ്സിബിൾ പ്രോസസ് ഡിവൈഡഡ് ബൈ T. എൻട്രോപ്പി ചേഞ്ച് ഇൻ എ കെമിക്കൽ പ്രോസസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ΔS ഈസ് ഈക്വൽ ടു സം ഓഫ് എൻട്രോപ്പി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് സം ഓഫ് എൻട്രോപ്പി ഓഫ് റിയാക്റ്റൻ്റ്. സം ഓഫ് എൻട്രോപ്പി ഓഫ് റിയാക്റ്റൻ്റ്. ഓക്കെ. ദെൻ ഗിബ്സ് ഫ്രീ എനർജി ΔG ഈസ് ഈക്വൽ ടു ΔH മൈനസ് T ΔS ആണ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. ΔG നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. ΔG പോസിറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആണ്. ΔG 0 ആണെങ്കിൽ റിയാക്ഷൻ ഈസ് അറ്റ് ഇക്വിലിബ്രിയം. ഓക്കെ, ഇനിയാണ് ഞാൻ ഇവിടുത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോണം, ഈ ഒരു ടേബിൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. സോ ഇഫ് ΔH ഈസ് എ നെഗറ്റീവ് ആൻഡ് ΔS ഈസ് പോസിറ്റീവ്, ΔG is always negative and reaction is always spontaneous. Similarly, if ΔH is positive and ΔS is negative, reaction is ΔG is always positive or reaction is always non-spontaneous. ഓർമ്മയിൽ നിന്നല്ലോ, ΔH നെഗറ്റീവും ΔS പോസിറ്റീവും ആണെങ്കിൽ റിയാക്ഷൻ എല്ലാം ഇപ്പോഴും സ്പോണ്ടേനിയസ് ആയിരിക്കും. ΔH പോസിറ്റീവും ΔS നെഗറ്റീവും ആണെങ്കിൽ റിയാക്ഷൻ എല്ലാം ഇപ്പോഴും നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇനി വീണ്ടും ΔS നെഗറ്റീവ് ആകുമ്പോൾ, രണ്ട് നെഗറ്റീവ് ആകുമ്പോൾ ΔG നെഗറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്, ΔG പോസിറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകാനുള്ള സാധ്യതയുണ്ട്, റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആകാനുള്ള സാധ്യതയുണ്ട്. ΔHും ΔSും നെഗറ്റീവ് ആകുമ്പോൾ റിയാക്ഷൻ എപ്പോഴാണ് സ്പോണ്ടേനിയസ് ആകുന്നത്? ΔHൻ്റെ മാഗ്നിറ്റ്യൂഡ് ആരെക്കാളും കൂടുതലായിരിക്കണം? T ΔSനേക്കാളും കൂടുതലായിരിക്കണം. നോൺ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ΔHൻ്റെ മാഗ്നിറ്റ്യൂഡ് T ΔSനേക്കാളും കുറവ് ആയിരിക്കണം. അതേപോലെ തന്നെ വീണ്ടും ΔHും ΔSും പോസിറ്റീവ്, രണ്ടും പോസിറ്റീവ് ആകുമ്പോഴും അവിടെയും റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവാനുള്ള സാധ്യതയുണ്ട്. ΔG നെഗറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്, പോസിറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകാനുള്ള സാധ്യതയുണ്ട്, നോൺ സ്പോണ്ടേനിയസ് ആകാനുള്ള സാധ്യതയുണ്ട്. സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ നേരെ തിരിഞ്ഞു വരുന്നു. ΔHൻ്റെ മാഗ്നിറ്റ്യൂഡ് T ΔSനേക്കാളും കുറവായിരിക്കും. നോൺ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ΔHൻ്റെ മാഗ്നിറ്റ്യൂഡ് T ΔSനേക്കാളും കൂടുതലും ആയിരിക്കണം. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. നമ്മുടെ ഗിബ്സ് ഫ്രീ എനർജിയുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യം ഈ ഒരു ടേബിളിലാണ് നിൽക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാവുന്ന കുറച്ച് റിലേഷൻഷിപ്പുകളാണ്. ΔG0യും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ΔG0 ഈസ് ഈക്വൽ ടു -RT ലോഗ് KC ആണ്. KC റെപ്രസെൻറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ചും സെൽ പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ΔG0 ഈസ് ഈക്വൽ ടു -NF E0 സെല്ല്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോർമുല പ്രകാരം നമ്മൾ തെർമോഡൈനാമിക്സിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് മനസ്സിൽ. ഞാൻ പറഞ്ഞതുപോലെ വർക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തു, എൻതാൽപ്പി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തു, 3 എൻട്രോപ്പി കോൺസെൻട്രേറ്റ് ചെയ്തു, 4 ഗിബ്സ് ഫ്രീ എനർജി കോൺസെൻട്രേറ്റ് ചെയ്തു. ഓക്കെ, സോ ലെറ്റ് മീ ഗോ ടു ദ ഫോർമുലാസ് ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഇൻ കെമിക്കൽ ഇക്വിലിബ്രിയം, സോ ജസ്റ്റ് ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെയാണ് എഴുതേണ്ടത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഈച്ച് റേസ്ഡ് ടു ദ പവർ ഈക്വൽ ടു സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കൊന്നെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് എന്ന് പറയാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ക്യാൻ ഓൾസോ ബി എക്സ്പ്രസ്ഡ് ആസ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഡിവൈഡഡ് ബൈ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ആ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ വിചാരിക്കുന്നത് ശരിയാണ്, ഒരു 90% ക്വസ്റ്റ്യനിലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി റേഷ്യോ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഒരു മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഈ ഒരു കാര്യം വന്നിട്ടുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ടു ദാറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓക്കെ, രണ്ടാമത് ഓർക്കേണ്ടത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ എ ഗേഷ്യസ് സിസ്റ്റം. കെ സിക്ക് പകരം കെ പി ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ആസ് പാർഷ്യൽ പ്രഷർ ഓഫ് പ്രൊഡക്റ്റ് ടു പാർഷ്യൽ പ്രഷർ ഓഫ് റിയാക്റ്റന്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേഷ്യസ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് പാർഷ്യൽ പ്രഷറിൻ്റെ ടേംസിൽ ആയിരിക്കണം. ഓക്കെ, സോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി. കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി വിത്ത് പവർ ഡെൽറ്റ എൻ ജി. അവിടെ ഞാൻ ജി കൊടുത്തത് എന്തിനായിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ദെൻ മോഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇതും ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്ന പല ചോദ്യങ്ങളിലും ഉള്ളതാണ്. സോ ഞാനൊരു കെമിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്തു, ഹൈഡ്രജൻ അയോഡൈഡ് ഡിക്കമ്പോസ്ഡ് ടു ഗീവ് H2 ആൻഡ് I2. ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് കെ സി ആ. ഞാൻ ഈ റിയാക്ഷനെ റിവേഴ്സ് ചെയ്തു. വാട്ട് ഹാപ്പൻ ടു ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്? ഒന്ന് പെട്ടെന്ന് പറയാമോ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് റെസിപ്രോക്കേറ്റഡ്. അതായത് ഒരു റിയാക്ഷൻ റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് റെസിപ്രോക്കേറ്റഡ്, റെസിപ്രോക്കലായിട്ട് കൺവേർട്ട് ചെയ്തു. യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പം ആ വ്യത്യാസം മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ അഗെയിൻ ഇഫ് ദ റിയാക്ഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എക്സ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച്, ഞാൻ പറയുന്ന സെൻറ്റൻസുകൾ അതേപോലെ ഒന്ന് കേട്ടോണേ. ഇഫ് ദ റിയാക്ഷൻ ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് എക്സ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അറിയാവോ? ദ ന്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു ദ ഏർലിയർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിത്ത് പവർ എക്സ്. അതായത് ഞാൻ 2 ഉപയോഗിച്ചാണ് ഒരു റിയാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, പഴയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിത്ത് പവർ 2 ആണ്. ഇനി ഞാൻ ആ റിയാക്ഷനെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ എക്സും കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ പുതിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് പഴയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിത്ത് പവർ 1/x. അപ്പോൾ ഇവിടെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ദ new equilibrium constant K dot C is equal to the previous equilibrium constant Kc with the power 1/x. Yes, very good dear students. I am really satisfied, really happy. നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ദേവി അംബിക, എസ് സിദ്ധാർത്ഥൻ എ, ജുബിന മേരി മാത്യു, ലിജി പനക്കൽ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. റിയലി സാറ്റിസ്ഫൈഡ്. നന്നായിട്ട് എനിക്ക് പറഞ്ഞു പോകാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ ഓക്കെ, ദെൻ പ്രഡിക്റ്റിംഗ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷൻ. ഞാനിതൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു പാർട്ട് എടുത്തത്. അങ്ങനെ കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല, എന്നാൽ പോലും ഒന്ന് ഓർത്തോണം. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 10⁻³ കൂടുതലാണെങ്കിൽ പ്രൊഡക്റ്റ് ആയിരിക്കും കൂടുതൽ ആ റിയാക്ഷനിൽ വരുന്നത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 10⁻³ കുറവാണെങ്കിൽ, 10⁻³ അല്ല 10⁻³ കുറവാണെങ്കിൽ റിയാക്റ്റൻ്റ് ആയിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ കാര്യമായിട്ട് നടന്നിട്ടില്ല. ഇനി ഇതിന് രണ്ടിനും ഇൻ ബിറ്റ്വീൻ ആണ് വരുന്നതെങ്കിൽ അപ്രീഷിയബിൾ എമൗണ്ട് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ് ആർ ദർ. അപ്പോൾ ഈ ഒരു വാല്യൂ പ്രത്യേകം ഒന്ന് ഓർത്തേക്കണം. ഓക്കെ 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 ഓക്കെ, താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്. യെസ്, അഗെയിൻ പ്രഡിക്റ്റിംഗ് ദ ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ അതേപോലെ തന്നെ വരുന്നതാണ് നമ്മുടെ റിയാക്ഷൻ കോഷ്യൻറ്റും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. റിയാക്ഷൻ കോഷ്യൻറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ റിയാക്ഷൻ വിൽ ബി ഷിഫ്റ്റഡ് മോർ ഇൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ. റിയാക്ഷൻ കോഷ്യൻറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനേക്കാളും കൂടുതലാണ് എങ്കിൽ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനേക്കാളും കുറവാണ് എങ്കിൽ, ഇത് കുറവാണ് പറയേണ്ടത്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനേക്കാളും കുറവാണ് എങ്കിൽ റിയാക്ഷൻ കോഷ്യന്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനേക്കാളും കുറവാണെങ്കിൽ റിയാക്ഷൻ വിൽ ഷിഫ്റ്റ് ടുവേർഡ്സ് ഫോർവേഡ് ഡയറക്ഷൻ ആയിരിക്കും. ഇനി ഈ റിയാക്ഷൻ കോഷ്യന്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലായിരിക്കും.
ഇവിടെ ചിലപ്പോൾ ചെറിയൊരു സംശയം നിങ്ങൾക്കുണ്ടാകാം, സാറേ ഈ റിയാക്ഷൻ കോഷ്യൻ്റ് എന്താണ്? ഞാനൊരൊറ്റ വാക്കിൽ അത് പറഞ്ഞു തരാം. ഇക്വിലിബ്രിയം അല്ലാത്തൊരു സ്റ്റേജിൽ റേഷ്യോ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ് റിയാക്ഷൻ കോഷ്യൻ്റ്. അപ്പം ഇക്വിലിബ്രിയത്തിൽ റേഷ്യോ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലുണ്ടാവണം. അപ്പം റിയാക്ഷൻ കോഷ്യൻറ്റും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിൽ നിന്ന് റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിലാണോ ബാക്ക്വേർഡ് ഡയറക്ഷനിലാണോ അതോ ഇക്വിലിബ്രിയത്തിലാണോ എന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ദെൻ അയോണിക് ഇക്വിലിബ്രിയത്തിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് അബൌട്ട് ദി അയോണൈസേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. സോ വെൻ വി കൺസിഡർ ഇൻ ദ കേസ് ഓഫ് വീക്ക് ആസിഡ്, ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഫോർ എ വീക്ക് ആസിഡ് the dissociation constant Ka can be expressed as C alpha square. ആൽഫ എന്താണെന്ന് അറിയാം, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്, സി കോൺസെൻട്രേഷൻ ആണ്. രണ്ടാമത് ഓർക്കേണ്ടത് ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് കെ എ ഡിവൈഡഡ് ബൈ സി. മൂന്നാമത് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സി ആൽഫ ഓർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് സി കെ. ഡിയർ സ്റ്റുഡൻസ്, ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. പല ചോദ്യങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളത് ചെയ്യാൻ സാധിക്കുന്ന കുട്ടികൾക്ക് പോലും പലപ്പോഴും ഈ പ്രത്യേകിച്ച് ഈ അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് പലപ്പോഴും കുട്ടികൾ ഒരു അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തതാണ്. പക്ഷേ ഞാൻ അതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ഫോർമുല നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഒരു ആദ്യ ഭാഗത്ത് അയോണിക് ഇക്വിലിബ്രിയത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്, വീക്ക് ആസിഡ്, വീക്ക് ബേസിൻ്റെ കേസിൽ വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഈ 3 കാര്യങ്ങൾ, ഒന്ന് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് Ka സി ആൽഫ സ്ക്വയർ, കാരണം ഇവിടെ 1 മൈനസ് ആൽഫ നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. വീക്ക് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് ആൽഫ വളരെ ചെറുതാണ്, 1 മൈനസ് ആൽഫ 1 ആയിട്ട് എടുക്കുക. Ka is equal to C alpha square. ആൽഫ എന്ന് പറയുന്നത് റൂട്ട് കെ എ ഡിവൈഡഡ് ബൈ സി. എച്ച് പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സി ആൽഫ എന്ന് എടുക്കാം അല്ലെങ്കിൽ റൂട്ട് സി കെ എന്ന് എടുക്കാം. ഇതേപോലെ തന്നെ വീക്ക് ബേസിൻ്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ 3 കാര്യങ്ങൾ, ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കെ ബി ഈസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ, ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് കെ ബി ബൈ സി, ഓർ ഒ എച്ച് മൈനസ് അയോൺ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു ഒന്നെങ്കിൽ സി ആൽഫ ഓർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് സി കെ ബി. ഈ 3 കാര്യങ്ങൾ ഒന്ന് ഓർത്തിരുന്നോണം. ഓക്കെ, then let me go to the next point, dissociation constant and ionic product of water. വേറെ ഒന്നുമില്ല, ionic product of water Kw is equal to concentration of H plus ion into concentration of OH minus ion. 298 Kelvinൽ ionic product of water എപ്പോഴും എന്തായിരിക്കും? 10 raised to minus 14 molar ആയിരിക്കും. അഥവാ at 298 Kelvin in pure water concentration of H plus ion is equal to concentration of OH minus ion, which is equal to 10 raised to minus 7 molar. Similarly, in acidic medium at 298 Kelvinലാണ് നമ്മൾ ഈ പറയുന്നതെല്ലാം H plus ion concentration greater than 10 raised to minus 7 ആയിരിക്കും. ബേസിക് മീഡിയം ആണെങ്കിൽ H plus ion concentration is OH minus ion concentration is greater than that of 10 raised to minus 7 or H plus ion concentration is less than 10 raised to minus 7. ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എപ്പോഴാണ്? 298 കെൽവിനിലാണ്. ഇവിടെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ ചിന്തിക്കാൻ പറ്റണം. 298 കെൽവിനിൽ റിയാക്ഷൻ നടക്കുന്നതിന് പകരം 308 കെൽവിനിൽ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ അയോണിക് പ്രൊഡക്റ്റ്, വെദർ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 10 raised to minus 14 ഓർ ലെസ് ദാൻ 10 raised to minus 14. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇപ്പം റിയാക്ഷൻ നമുക്ക് നടക്കുന്നത് 298 കെൽവിനിലാണെങ്കിലാണ് ഞാൻ പറഞ്ഞ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എത്ര വരുന്നത്? 10 raised to minus 14 വരുന്നത്. റിയാക്ഷൻ നടക്കുന്നത് 298 കെൽവിനിലല്ല, 308 കെൽവിൻ എന്ന് പറഞ്ഞാൽ 298 കെൽവിനിലേക്കാളും കൂടിയ ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ നടക്കുന്നത് എങ്കിൽ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ 10 raised to minus 14 മോളാറിൽ കൂടുതലായിരിക്കോ കുറവായിരിക്കോ അഥവാ ഈക്വൽ ആയിരിക്കോ? ആലോചിക്കാമല്ലോ. 10 raised to minus 14നേക്കാളും കൂടുതലെന്ന് പറഞ്ഞാൽ അത് 10 raised to minus 13 ആവാം, 10 raised to minus 12 ആകാം, 10 raised to minus 11 ആകാം. കുറവാണെന്ന് പറഞ്ഞാൽ 10 raised to minus 15 10 raised to minus 16 ഒക്കെ ആകാം. എനിവേ, ഞാനത് ആൻസർ എക്സ്പെക്ട് ചെയ്യുന്നില്ല, നിങ്ങളുടെ മനസ്സിൽ അത് ഉണ്ടായാൽ മതി. ടെമ്പറേച്ചർ കൂട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അയോണൈസേഷൻ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും അയോണിക് പ്രൊഡക്റ്റ് ആരെക്കാളും കൂടുതലായിരിക്കും? 10 raised to minus 14നേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അയോണൈസേഷൻ കൂടുന്നത് കൊണ്ട് അയോണിക് പ്രൊഡക്റ്റ് എപ്പോഴും 10 raised to minus 14നേക്കാളും കൂടുതലായിരിക്കും. അതായത് 10 raised to minus 13 10 raised to minus 12 ഒക്കെ ആയിരിക്കും. ആ ഒരു കാര്യം പ്രത്യേകം മനസ്സിൽ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. സോ H plus pH സ്കെയിൽ നമുക്ക് നോക്കാം. സോ pH ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് മൈനസ് ലോഗ് H പ്ലസ് അല്ലെങ്കിൽ pH ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ. സിമിലർലി POH നമുക്ക് എങ്ങനെ സ്പെസിഫൈ ചെയ്യാം?
യെസ്, ലിജി പനക്കൽ കറക്റ്റാണ് കേട്ടോ. ഞാൻ നേരത്തെ ചോദ്യത്തിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഒരു ചെറിയ ലാഗോട് കൂടിയാണ് വന്നത്, എങ്കിലും വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ലിജി പനക്കൽ നന്നായിട്ട് ആൻസർ ചെയ്തു. ജുബിന മേരി മാത്യു, യെസ്, യു ആർ ക്രോസിംഗ് ദി ഫൈനൽ ലൈൻ, വെരി വെൽ. ഓക്കെ, ആൻസി ബൈജു അമ്മു, വെരി ഗുഡ്. ദേവി അംബിക കറക്റ്റാണ് കേട്ടോ, കറക്റ്റാണ്. യെസ് യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, പി ഒ എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് ഒ എച്ച് മൈനസ് അയോൺ കോൺസെൻട്രേഷൻ. അപ്പോൾ പി എച്ചും പി ഒ എച്ചും എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നതെന്ന് നോക്കുക. ഞാനൊന്നും കൂടെ അത് ഒന്ന് എടുക്കുന്നു. പി എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് എച്ച് പ്ലസ് അയോൺ എന്ന് പറയാം. അതേപോലെ തന്നെ പി ഒ എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് ഒ എച്ച് മൈനസ് അയോൺ കോൺസെൻട്രേഷൻ. ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പി എച്ച് ആൻഡ് പി ഒ എച്ച്. പി എച്ച് പ്ലസ് പി ഒ എച്ച് ഈസ് ഈക്വൽ ടു പി കെ ഡബ്ല്യു ഓർ വിച്ച് ഈസ് ഈക്വൽ ടു 14. ഒറ്റ വാക്കിൽ പി എച്ച് പ്ലസ് പി ഒ എച്ച് ഈസ് ഈക്വൽ ടു 14. ഇതെല്ലാം ഏത് ടെമ്പറേച്ചറിലാണ്? 298 കെൽവിനിലാണ്. ഓക്കെ. Then relationship between pKa and pKb. pKa plus pKb is equal to pKw or simply pKa plus pKb is equal to 14. Okay. Then pH of a buffer solution. Buffer solution case pH നമ്മൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ, so in the case of acidic buffer, pH is equal to pKa plus log concentration of salt to concentration of acid. അല്ലെങ്കിൽ in a acidic buffer, pH is equal to pKa plus log concentration of conjugate base to concentration of acid. അതേപോലെ തന്നെ ബേസിക് ബഫറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പി ഒ എച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് പി ഒ എച്ച് ഈസ് ഈക്വൽ ടു പി കെ ബി പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ബേസ്, ഓർ പി ഒ എച്ച് ഈസ് ഈക്വൽ ടു പി കെ ബി പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് കോൺജുഗേറ്റ് ആസിഡ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ബേസ്. അപ്പം അസിഡിക് ബഫറിൻ്റെ കേസിലും ബേസിക് ബഫറിൻ്റെ കേസിലും നമുക്ക് പി എച്ച് ഒ പി ഒ എച്ച് ഒ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെൻഡേഴ്സൺ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. So this equation is called as a Henderson equation. Okay. So okay dear students. Then next salt hydrolysis. ഈ സാൾട്ട് ഹൈഡ്രോളിസിസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഒന്നാമത്തെ പോയിന്റ് ഓർക്കേണ്ടത്, സാൾട്ട് ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രോളിസിസ് ഓഫ് സാൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ് വരുന്നില്ല. കാരണം സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും തമ്മിലുള്ള സാൾട്ട് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ, ഉദാഹരണം സോഡിയം ക്ലോറൈഡ്, സോഡിയം സൾഫേറ്റ്, സോഡിയം നൈട്രേറ്റ് തുടങ്ങിയ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും തമ്മിലുള്ള സാൾട്ട് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ there is no hydrolysis of salt, just ionization of water only. അതുകൊണ്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മൂന്ന് ആൾക്കാരായിട്ടുള്ള ഹൈഡ്രോളിസിസ് ആണ്. ദാറ്റ് ഈസ് ഹൈഡ്രോളിസിസ് ഓഫ് സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്, ഓർ സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്, ഓർ സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. അപ്പോൾ ആ മൂന്ന് കാര്യങ്ങളാണ് ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ആസിഡ്, രണ്ടാമത്തെ കോളം സാൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്, മൂന്നാമത്തെ കോളം സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് മനസ്സിലുണ്ടാവേണ്ടത്. കെ എച്ചിൻ്റെ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് എച്ച് ഉണ്ടായിരിക്കണം, പി എച്ച് ഉണ്ടായിരിക്കണം. Hydrolysis constant KH in the case of salt of weak acid and strong acid is KH is equal to KW divided by KH is equal to KW divided by KA. In the case of salt of a strong acid and weak base, KH is equal to KW divided by KB. In the case of salt of a weak acid and weak base, KH is equal to KW divided by KA into KB വരുന്നത്, KA into KB. Similarly, the degree of hydrolysis in the case of salt of weak acid and weak base, H is equal to root of KH divided by C. Here also H is equal to root of KH divided by C. പക്ഷേ രണ്ട് പേരുടെ കേസിലും KH ഡിഫറൻ്റ് ആണ്. So here H is equal to root KH. അതുപോലെ പി എച്ച് കണ്ടുപിടിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസിൻ്റെ കേസിൽ കുറച്ചൊരു നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടത് ഓർത്ത് വെക്കാൻ വേണ്ടി, പക്ഷെ അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പി എച്ച് ഈസ് ഈക്വൽ ടു 7 + 1/2 ഇൻറ്റു പി കെ എ പ്ലസ് ലോഗ് സി. സാൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസിൻ്റെ കേസിൽ പി എച്ച് ഈസ് ഈക്വൽ ടു 7 - 1/2 ഇൻറ്റു പി കെ ബി പ്ലസ് ലോഗ് സി. അതുപോലെ തന്നെ സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസിൻ്റെ കേസിൽ പി എച്ച് ഈസ് ഈക്വൽ ടു 7 + 1/2 ഇൻറ്റു പി കെ എ മൈനസ് പി കെ ബി. ഓക്കെ,
അപ്പോൾ അതൊന്ന് മനസ്സിൽ കീപ്പ് ചെയ്യണം ഈ ഒരു ഫോർമുല. ഓക്കെ, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്കറിയാം, ബട്ട് യു നീഡ് ടു ഓവർകം ദിസ്. ഓക്കെ, നെക്സ്റ്റ് സോലുബിലിറ്റി പ്രൊഡക്റ്റ്. സോലുബിലിറ്റി പ്രൊഡക്റ്റിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സോലുബിലിറ്റിയും സോലുബിലിറ്റി പ്രൊഡക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, മറ്റൊന്ന് അയോണിക് പ്രൊഡക്റ്റും സോലുബിലിറ്റി പ്രൊഡക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അയോണിക് പ്രൊഡക്റ്റ് ലെസ് ദാൻ സോലുബിലിറ്റി പ്രൊഡക്റ്റ് ആണെങ്കിൽ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സൊല്യൂട്ട് നമുക്ക് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യാം. ഇനി KIP ഈസ് ഈക്വൽ ടു അയോണിക് പ്രൊഡക്റ്റ് സോലുബിലിറ്റി പ്രൊഡക്റ്റിന് ഈക്വൽ ആണെങ്കിൽ സൊല്യൂഷൻ സാച്ചുറേറ്റഡ്, നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ആഡഡ് ടു ദി സോൾവെൻറ്റ്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, അയോണിക് പ്രൊഡക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് ആണെങ്കിൽ സൊല്യൂഷൻ ഈസ് സൂപ്പർ സാച്ചുറേറ്റഡ് ഓർ പ്രസിപ്പിറ്റേഷൻ ടേക്ക് പ്ലേസ്. ഇതാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. കൂടുതൽ തിയറിയിലേക്ക് ഒന്നും പോകണ്ട. അയോണിക് പ്രൊഡക്റ്റ് സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റിനേക്കാളും കുറവാണെങ്കിൽ അവിടെ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ സൊല്യൂഷൻ അൺസാച്ചുറേറ്റഡ് ആണ്, കൂടുതൽ എമൗണ്ട് സൊല്യൂട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇനി അയോണിക് പ്രൊഡക്റ്റ് സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റിന് ഈക്വൽ ആണ് എങ്കിൽ സൊല്യൂഷൻ ഈസ് സാച്ചുറേറ്റഡ് ആയിരിക്കും. അയോണിക് പ്രൊഡക്റ്റ് സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റിന് കാലും കൂടുതലാണെങ്കിൽ സൊല്യൂഷൻ ദാറ്റ് മീൻസ് സൊല്യൂഷൻ ഈസ് സൂപ്പർ സാച്ചുറേറ്റഡ് ഓർ പ്രസിപ്പിറ്റേഷൻ ടേക്ക് പ്ലേസ്. അപ്പം പ്രസിപ്പിറ്റേഷൻ നടക്കുന്ന ക്രൈറ്റീരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയോണിക് പ്രൊഡക്റ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ്. Then the relationship between solubility and the solubility product. 1:1 type saltil solubility is equal to square root of KSP. 1:2 type saltil solubility is equal to cubic root of KSP divided by 4. 1:3 type saltil solubility is equal to 4th root of KSP divided by 27. 3:2 type saltil solubility is equal to 5th root of KSP divided by 108. Okay. അപ്പോൾ ആ ഫോർമുല ഒന്ന് ഓർത്തിരുന്നോണം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. ജസ്റ്റ് ആ റിലേഷൻഷിപ്പ് മാത്രം 1:1 ടൈപ്പ് സാൾട്ടിൽ എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ സെയിം നമ്പർ ഓഫ് കാറ്റോണും ആനോണും പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം നമ്പർ ഓഫ് കാറ്റോണും ആനോണും ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെയറിംഗലി സൊലുബിൾ സാൾട്ടുകളുടെ കേസിൽ, അല്ലാതെ സാൾട്ടുകളുടെ കേസിലെല്ലാമല്ല, നമ്മുടെ സൊലുബിലിറ്റി പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഏത് ടൈപ്പ് സാൾട്ടിൻ്റെ കേസിൽ മാത്രമേ ഉള്ളൂ, സ്പെയറിംഗലി സൊലുബിൾ സാൾട്ടിൻ്റെ കേസിലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ NaCl റെപ്രസെൻറ്റ് ചെയ്യാത്തത്, KCl പൊട്ടാസ്യം ക്ലോറൈഡ് റെപ്രസെൻറ്റ് ചെയ്യാത്തത്. സ്പെയറിംഗലി സൊലുബിൾ സാൾട്ടിൻ്റെ കേസിൽ 1:1 ടൈപ്പ് ആണ് എങ്കിൽ സൊലുബിലിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് KSP. 1:2 ടൈപ്പ് ആണെങ്കിൽ സൊലുബിലിറ്റി ഈസ് ഈക്വൽ ടു 3rd റൂട്ട് ഓഫ് KSP ബൈ 4. ഇനി 1:3 ടൈപ്പ് സാൾട്ട് ആണെങ്കിൽ 4th റൂട്ട് ഓഫ് KSP ഡിവൈഡഡ് ബൈ 27. ഇനി 2:3 ടൈപ്പ് സാൾട്ടോ 3:2 ടൈപ്പ് സാൾട്ടോ ആണെങ്കിൽ 5th റൂട്ട് ഓഫ് KSP ഡിവൈഡഡ് ബൈ 108. ഓക്കെ, സോ ലെറ്റ് മീ ഗോ ടു ദി സോളിഡ് സ്റ്റേറ്റ്. സോ ഓക്കെ, സോളിഡ് സ്റ്റേറ്റ് ഡിയർ സ്റ്റുഡൻസ്, സോളിഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ഫസ്റ്റ് എബൌട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് യൂണിറ്റ് സെല്ല് ജസ്റ്റ് അതൊന്ന് നോക്കുക. എബൌട്ട് ദി സിമ്പിൾ ഓർ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടികൾ എവിടെ മാത്രമേ വരുന്നുള്ളൂ, കോണറുകളിൽ മാത്രമേ വരുന്നുള്ളൂ. നോക്കിക്കേ, 8 കോണറിലേ ഉള്ളൂ. ദെൻ അഗെയിൻ അവർ ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെല്ല്, കോണറുകളിൽ കൂടാതെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടികൾ എവിടെയും കൂടെ വന്നു, ബോഡി സെൻറ്ററിലും കൂടെ വന്നു. ഇൻ ദ കേസ് ഓഫ് ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ല്, കോണറുകളിൽ കൂടാതെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടികൾ 6 ഫേസുകളുടെ സെൻറ്ററിലും കൂടി വന്നു. ദെൻ അഗെയിൻ എൻഡ് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ല്,
In addition to corner, constituent particle is present on the center of one set of opposite face. ഏതെങ്കിലും ഒരു സെറ്റ് ഓപ്പോസിറ്റ് ഫേസുകളുടെ സെൻറ്ററിലും കൂടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ ഉണ്ട്. ദെൻ അഗെയിൻ ഇൻ ദ കേസ് ഓഫ് എഡ്ജ് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ല്, അഞ്ചാമത്തെ ടൈപ്പ്. ഇൻ അഡീഷൻ ടു കോർണർ, ആ ഗ്രീൻ കളറിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ കൂടാതെ, കോർണറിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ കൂടാതെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾ എവിടെയും കൂടെ വന്നു, എഡ്ജ് സെൻറ്ററിലും കൂടെ വന്നു. ഈ 5 ടൈപ്പ് മനസ്സിൽ ഓർത്ത് വെച്ചതിന് ശേഷം ഈ ഒരു ടേബിളിലേക്ക് പോയിക്കേ. So in the case of simple or primitive unit cell, the number of constituent particle, the effective number of constituent particle in the unit cell is equal to 1, body center ആണെങ്കിൽ 2, face center ആണെങ്കിൽ 4, edge center ആണെങ്കിൽ 4. ഞാൻ എൻഡ് സെൻറ്റർ കൺസിഡർ ചെയ്യാത്തത് ഫേസ് സെൻറ്ററിൻ്റെ അതേ ടൈപ്പ് തന്നെ ആയതുകൊണ്ടാണ് എൻഡ് സെൻറ്റർ ഞാനിവിടെ കൺസിഡർ ചെയ്യാത്തത്. അപ്പോൾ ഓരോ യൂണിറ്റ് സെല്ലിലുമുള്ള നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടികൾ എത്രയാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് നമുക്കറിയാം, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സിമ്പിളിൻ്റെ കേസിൽ 1 വരാനുള്ള കാരണം ഒരു കോർണറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ 1/8 ആയതുകൊണ്ടാണ്. ബോഡി സെൻറ്ററിൻ്റെ കേസിൽ 2 ആകാനുള്ള കാരണം കോർണറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ 1/8ഉം ബോഡി സെൻറ്ററിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ 1 തന്നെ ആയതുകൊണ്ടാണ്. ഫേസ് സെൻറ്ററിൻ്റെ കേസിൽ 4 വരാനുള്ള കാരണം കോർണറിൽ നിന്ന് ഒരാറ്റത്തിൻ്റെ കോൺട്രിബ്യൂഷൻ 1/8ഉം ഫേസ് സെൻറ്ററിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ 1/2ഉമാണ്. എഡ്ജ് സെൻറ്ററിൻ്റെ കേസിൽ 4 വരാനുള്ള കാരണം കോർണറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ 1/8 തന്നെ, പക്ഷേ എഡ്ജ് സെൻറ്ററിൽ നിന്നുള്ള ഒരാറ്റത്തിൻ്റെ കോൺട്രിബ്യൂഷൻ 1/4 ആണ്. അപ്പോൾ ആ ടോട്ടൽ നമ്പർ ഓർത്തിരുന്നു. Then the relationship between radius and edge length. In the case of simple or primitive unit cell, the relationship between radius and edge length r is equal to a/2. Body center in the case r is equal to √3 a/4. Face center in the case r is equal to a/2 √2. ഇതൊന്ന് പ്രത്യേകം ഓർത്തിരുന്നോണം. ഈ സിമ്പിളിൻ്റെ കേസിലും ബോഡി സെൻറ്ററിൻ്റെ കേസിലും ഫേസ് സെൻറ്ററിൻ്റെ കേസിലും റേഡിയസും എഡ്ജ് ലെങ്തും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസിയുടെ അല്ലെങ്കിൽ പാക്കിംഗ് ഫ്രാക്ഷൻ്റെ ഡെറിവേഷനിലേക്ക് പോകണ്ട, നേരെ മറിച്ച് പാക്കിംഗ് എഫിഷ്യൻസി അല്ലെങ്കിൽ എത്ര % പാക്കിംഗ് എഫിഷ്യൻസി ഉണ്ട് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തിരുന്നോണം. ഓക്കെ, ഓക്കെ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ ടേബിൾ നമ്മുടെ മനസ്സിലുണ്ട്. ദെൻ നെക്സ്റ്റ്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റേഡിയസ് ഓഫ് വോയിഡ് ആൻഡ് റേഡിയസ് ഓഫ് സ്പിയർ. ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആറ്റം ഉള്ള ക്ലോസ് പാക്കിംഗ് എടുക്കുകയാണെങ്കിൽ 4 തരത്തിലുള്ള വോയിഡ് നമുക്ക് കാണാം. ട്രയഗണൽ വോയിഡ്, ടെട്രാഹിഡ്രൽ വോയിഡ്, ഒക്ടാഹിഡ്രൽ വോയിഡ് ആൻഡ് ക്യൂബിക് വോയിഡ്. റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് ട്രയഗണൽ വോയിഡ് ടു റേഡിയസ് ഓഫ് സ്പിയർ ഈസ് ഈക്വൽ ടു 0.155. Radius of tetrahedral void to radius of sphere is equal to 0.225. Ratio of radius of octahedral void to radius of sphere is equal to 0.414. Ratio of radius of cubic void to radius of sphere 0.732. ആ വാല്യൂ ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, റേഡിയസ് റേഷ്യോ. ഇഫ് റേഡിയസ് റേഷ്യോ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കാറ്റയോൺ ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ആനിയോൺ. മാറി വരരുത്. ഇഫ് റേഡിയസ് റേഷ്യോ ഈസ് ഇൻ ബിറ്റ്വീൻ 0.155 to 0.225, the cation is in trigonal void. If radius ratio is in between 0.225 and 0.414, then the cation is in tetrahedral void. If radius ratio is in between 0.414 and 0.732, the cation is in octahedral void. If radius ratio is in between 0.732 and 1, cation is in cubic void. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേഷൻ നമ്പറും കൂടി നിങ്ങൾ ഓർത്ത് നോക്കിക്കേ. ആദ്യത്തെ റേഡിയസ് റേഷ്യോ എന്ന് പറയുന്നത് 0.155നും 0.225ഉം വന്നിട്ടുണ്ടെങ്കിൽ കോർഡിനേഷൻ നമ്പർ 3 ട്രയഗണൽ വോയിഡിലാണ് ഉള്ളത് ആള്, കാറ്റോണ്. റേഡിയസ് റേഷ്യോ 0.225നും 0.414നും ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 4 ആണ് കാറ്റോൺ ഉള്ളത് ടെട്രാഹിഡ്രൽ വോയിഡിൽ. റേഡിയസ് റേഷ്യോ 0.414നും 0.732നും ഇൻ ബിറ്റ്വീൻ ആണ് ഉള്ളത് എങ്കിൽ കോർഡിനേഷൻ നമ്പർ 6 കാറ്റോൺ ഈസ് ഇൻ ഒക്ടാഹിഡ്രൽ വോയിഡ്. റേഡിയസ് റേഷ്യോ 0.732നും 1നും ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 8 കാറ്റോൺ ഈസ് ഇൻ ക്യൂബിക് വോയിഡ്. ഓക്കെ, അപ്പോൾ ആ 4 ടേബിളും മൂന്നാമത്തെ ടേബിളാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പഠിച്ചു വെക്കണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാമ്പിൾ ഒന്ന് ഓർത്തേക്കണം.
Then the relationship between density. Density is equal to Z into M divided by A cube into Na. Z represent the number of atoms per unit cell, M represent atomic mass, A represent edge length, A cube represent volume. Ionic compound ആണെങ്കിൽ Z എന്ന് പറയുന്നത് ഫോർമുല യൂണിറ്റ് ആയിരിക്കണം. ഫോർമുല യൂണിറ്റ് എന്താണെന്ന് നമുക്കറിയാം. ഞാൻ തിയറിയിലേക്ക് പോകുന്നില്ല. M എന്ന് പറയുന്നത് അറ്റോമിക് മാസിന് പകരം മോളിക്കുലാർ മാസ് ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സോളിഡ് സ്റ്റേറ്റിൽ ഞാൻ സ്പെസിഫൈ ചെയ്യുന്നത്. വളരെ കുറച്ച് കാര്യങ്ങളെ വരുന്നുള്ളൂ, ഫോർമുലാസ് കുറച്ച് കാര്യങ്ങളെ വരുന്നുള്ളൂ. ഒന്ന്, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് യൂണിറ്റ് സെല്ലിലുള്ള ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള കാര്യം ഒന്ന്. രണ്ട്, അല്ലല്ല കോർഡിനേഷൻ നമ്പർ 3 ആണ് വരുന്നത് കേട്ടോ. കോർഡിനേഷൻ നമ്പർ 0.1552 0.225 എന്ന് പറയുമ്പോൾ കോർഡിനേഷൻ നമ്പർ 3 ആണ് വരുന്നത്. അപ്പം പറഞ്ഞു വന്നത്, ഒന്ന്, യൂണിറ്റ് സെല്ലിലുള്ള ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള കാര്യം. രണ്ടാമത് വരുന്നത് ക്ലോസ് പാക്കിങ്ങിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം ഒക്ടാഹീഡ്രൽ വോർഡിലും ടെട്രാഹീഡ്രൽ വോർഡിലുമുള്ള ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിച്ചോണം. 3, റേഡിയസും എഡ്ജ് ലെങ്തും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. റേഡിയസ് റേഷ്യോയെ. ദെൻ ഡെൻസിറ്റി. അതിൽ ഡെൻസിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ഡെൻസിറ്റിയുടെ ക്വസ്റ്റ്യൻ ആ ഫോർമുല ഉപയോഗിച്ച് വരുന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചോണം, സമയം കൂടുതൽ കൺസ്യൂം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈം മാനേജ്മെൻറ്റ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഡെൻസിറ്റിയുടെ ക്വസ്റ്റ്യനിലേക്ക് ചെല്ലേണ്ടത്. ഓക്കെ, സോ ലെറ്റ് മീ ഗോ ടു ദിസ് നെക്സ്റ്റ് ചാപ്റ്റർ, സൊല്യൂഷൻ. സൊല്യൂഷൻസിൽ ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഹെൻറീസ് ലോയാണ്. ഹെൻറീസ് ലോയിൽ ഫോർമുല എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ ഓർക്കേണ്ടത്, പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ഇൻ സൊല്യൂഷൻ. ദാറ്റ് ഈസ് പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ്, P is equal to ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ഇൻ സൊല്യൂഷൻ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ഓർക്കേണ്ടത് ഹെൻറീസ് ലോയിൽ. രണ്ട്, റൗൾസ് ലോയിലേക്ക് പോകുമ്പോൾ, when we consider the Raoult's law for a liquid solution having both volatile solute and solvent ആണെങ്കിൽ എക്സ്പ്രഷൻ നോക്കണം. ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു P0A into chi A plus P0B into chi B. That is, total pressure is equal to sum of vapor pressure of solute and solvent. Raoult's law for a solution having both volatile solute and solvent. Okay. Then again, Raoult's law for a liquid solution having non-volatile solute. Non-volatile solute ആണെങ്കിൽ total pressure is equal to total pressure is depend only on the mole fraction of a solvent. കാരണം volatile ആയിട്ടുള്ളത് ആര് മാത്രമേ ഉള്ളൂ? സോൾവെന്റ് മാത്രമേ ഉള്ളൂ. ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു P0A ഇൻറ്റു chi A. അപ്പം ഈ ഡിഫറൻസ് മനസ്സിലാക്കണം. ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് രണ്ടും സൊല്യൂട്ടും സോൾവെന്റും വോളറ്റൈൽ ആണെങ്കിൽ ടോട്ടൽ പ്രഷർ ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദി വേപ്പർ പ്രഷർ ഓഫ് ബോത്ത് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. ഇനി വീണ്ടും നമുക്ക് തന്നിരിക്കുന്നത് സോൾവെന്റ് മാത്രമേ വോളറ്റൈൽ ആയിട്ടുള്ളൂ, സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആണെങ്കിൽ ദ ടോട്ടൽ പ്രഷർ ഈസ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദി വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ്. ഓക്കെ, ഈ ഒരു ഡിഫറൻസ് ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് വി മൂവ് ടു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. പ്രധാനപ്പെട്ട കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, then elevation in boiling point, depression in freezing point and osmotic pressure. Relative lowering of vapor pressure il നോക്കേണ്ടത് lowering of vapor pressure ആണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് എങ്കിൽ, lowering of vapor pressure ആണ് വന്നിരിക്കുന്നത് എങ്കിൽ P0A into PS ആയിരിക്കണം. P0A represent vapor pressure of pure solvent, PS represent vapor pressure of solution. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ് ചോദിക്കുന്നതെങ്കിൽ P0A മൈനസ് PS ഡിവൈഡഡ് ബൈ P0A. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഡയറക്റ്റ്ലി ഓർ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. അപ്പം മൂന്ന് കാര്യങ്ങൾ, ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്താണ്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്താണ്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. Then next, second colligative property, elevation in boiling point. Elevation in boiling point is directly proportional to lowering of vapor pressure. Mathematically it can be represented as delta TB is equal to KB into M, or KB is equal to MAR TB square divided by enthalpy of vaporization into 1000. ഇവിടെ ശ്രദ്ധിച്ചോണം, MA എന്ന് പറയുന്നത് molecular mass of solvent.
Then TB represent boiling point of pure solvent. Delta H VAP, enthalpy of vaporization. Similarly, molecular mass of solute can be calculated by using the equation Kb into Wb into 1000 divided by delta Tb into Wa in gram. അത് പ്രത്യേകം ഓർക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ ഡെൽറ്റ TB is equal to Kb into M എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ M മൊളാലിറ്റിയാണ്. മൊളാലിറ്റി നമുക്ക് എങ്ങനെ എഴുതാവുന്നതേ ഉള്ളൂ? മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ടിൻ്റെ ടേംസിൽ എഴുതാവുന്നതേ ഉള്ളൂ. Molality is equal to given mass of solute into 1000 divided by molecular mass of solute into mass of solvent in gram. പ്രത്യേകം ശ്രദ്ധിച്ചോണം, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് തന്നിട്ട് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ വി ക്യാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഇക്വേഷൻ ഓഫ് ഓർ എക്സ്പ്രഷൻ ഓഫ് മൊളാലിറ്റി. ഓക്കെ. Then let me go to the depression in freezing point. Depression in freezing point ആണ് എങ്കിൽ അവിടെയും depression in freezing point is directly proportional to lowering of vapor pressure, or delta TF is equal to KF into M, or KF is equal to MAR TF square divided by enthalpy of fusion into 1000. മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇക്വേഷൻ പഠിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ മൊളാലിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ മൊളാലിറ്റിയുടെ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷൻ അവിടെ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യനിൽ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണെങ്കിലും ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണെങ്കിലും മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ മൊളാലിറ്റിയുടെ എക്സ്പ്രഷൻ നിങ്ങൾ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ടിൻ്റെ ടേംസിൽ റീറൈറ്റ് ചെയ്താൽ മതി. ഓക്കെ. സോ ഓസ്മോട്ടിക് പ്രഷർ ആണ് എങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ പൈ ഈസ് ഈക്വൽ ടു CRT ആണ്. സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ ഈസ് നത്തിങ് ബട്ട് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? കോൺസെൻട്രേഷനെ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ടിൻ്റെ ടേംസിലേക്ക് നമുക്കത് കൺവേർട്ട് ചെയ്യാം. ഓക്കെ. അപ്പം ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലോർത്തോണം. ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി: റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. Then next about our Van Hoff factor I. Van Hoff factor I, nothing but it is a normal molar mass divided by observed molar mass. Then I is equal to observed value of colligative property to normal value of colligative property, or I is equal to number of particles after association or dissociation divided by number of particles before association or dissociation. ജസ്റ്റ് ഇതൊന്ന് മനസ്സിൽ കീപ്പ് ചെയ്യണം, ഓർത്ത് വെച്ചേക്കണം. പൊതുവേ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ഈ ആദ്യത്തെ റിലേഷൻഷിപ്പാണ്, പക്ഷേ ഏത് വേണമെങ്കിലും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം വാൻ ഹോഫ് ഫാക്ടർ ഐ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഓർക്കണം. ഈ വാൻ ഹോഫ് ഫാക്ടർ ഐ വരുന്നത് ആരുടെ കേസിലാണ്? In the case of solute which have the tendency to undergo dissociation or association. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സൊല്യൂട്ട് ഡിസോസിയേഷനോ അസോസിയേഷനോ നടക്കുന്നതാണെങ്കിൽ നിർബന്ധമായിട്ടും ആരെ കൺസിഡർ ചെയ്യണം? വാൻ ഹോഫ് ഫാക്ടർ കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ എക്സ്പ്രഷൻ നമുക്ക് റീറൈറ്റ് ചെയ്യാം. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണെങ്കിൽ I ഇൻറ്റു KB, ലോവറിംഗ് എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ I ഇൻറ്റു KB ഇൻറ്റു M, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണെങ്കിൽ I ഇൻറ്റു KF ഇൻറ്റു M, ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ I ഇൻറ്റു C ഇൻറ്റു RT. അപ്പോൾ I നിർബന്ധമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അസോസിയേഷനോ ഡിസോസിയേഷനോ നടക്കുന്നതെങ്കിൽ ഇല്ല എങ്കിൽ I 1 ആയിരിക്കും. അസോസിയേഷൻ നടക്കുന്നുണ്ടെങ്കിൽ I ലെസ് ദാൻ 1 ആയിരിക്കും. ഡിസോസിയേഷൻ നടക്കുന്നുണ്ടെങ്കിൽ I ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. അതായത് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സൊല്യൂട്ട് നോൺ ഇലക്ട്രോലൈറ്റ് ആണോ അതോ അസോസിയേഷനോ ഡിസോസിയേഷനോ നടക്കുന്ന ഇലക്ട്രോലൈറ്റ് ആണോ എന്ന് ശ്രദ്ധിക്കണം. നോൺ ഇലക്ട്രോലൈറ്റ് ആണ്, അതായത് ഡിസോസിയേഷനോ അസോസിയേഷനോ ഇല്ല എങ്കിൽ, ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിസോസിയേഷൻ അല്ലെങ്കിൽ അസോസിയേഷൻ നിർബന്ധമായിട്ടും ഉണ്ടാകും. നോൺ ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ I 1 ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി നേരെ മറിച്ച് അസോസിയേഷനോ ഡിസോസിയേഷനോ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും I സ്പെസിഫൈ ചെയ്തോണം. ഓക്കെ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഡിഗ്രി ഓഫ് അസോസിയേഷൻ ആൽഫ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഇത് മനസ്സിലൊന്ന് ഓർത്തിരുന്നാൽ മതി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ലെറ്റ് മീ ഗോ ടു ദി ഇലക്ട്രോ കെമിസ്ട്രി. അപ്പം ഇലക്ട്രോ കെമിസ്ട്രിയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം 3 പ്രധാനപ്പെട്ട പാർട്ടുകളാണുള്ളത്. ഒന്ന്
ഇലക്ട്രോളിറ്റിക് കണ്ടക്ടേഴ്സ്, 2 ഇലക്ട്രോളിസിസ് ആൻഡ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിറ്റിക് സെൽ ആൻഡ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്, 3 ഇലക്ട്രോ കെമിക്കൽ സെല്ല്. ഇങ്ങനെ 3 പാർട്ടുകളാണ് നമുക്കുള്ളത് ഇലക്ട്രോ കെമിസ്ട്രിയിൽ. വളരെ സിമ്പിൾ ആയിട്ടാണുള്ളത്. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട്, അപ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പം ശ്രദ്ധിച്ചിരിക്കുക. വളരെ കുറച്ച് സമയങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റർ നമുക്ക് പെട്ടെന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, എൻ്റെ കൂടെ തന്നെ ആ ഫോർമുല മനസ്സിലാക്കി പോവുക. ഫസ്റ്റ് ഇലക്ട്രോളിറ്റിക് കണ്ടക്ടൻസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ റെസിസ്റ്റൻസ് എന്താണ് നമുക്കറിയാം. റെസിസ്റ്റൻസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ ഒബ്സ്ട്രക്ഷൻ ഫോർ ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. കണ്ടക്ടൻസ് എന്താണ്? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. തീർന്നു, കഴിഞ്ഞു. Then resistivity denoted with the symbol rho. Resistivity is nothing but rho is equal to RA divided by L. A represent area of cross section, R resistance, L length. Specific conductance or specific conductivity, that is denoted with the symbol kappa. Kappa is equal to reciprocal of resistivity, or kappa is equal to G into L by A. അല്ലെങ്കിൽ kappa can also represent as G into G star, where G star is nothing but it is our cell constant. ഓർത്തിരുന്നോണം, സെൽ കോൺസ്റ്റന്റ് ആണ് നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? L by A ആയിട്ട് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഓക്കെ. Then equivalent conductance, nothing but kappa into 1000 divided by concentration of solution expressed in normality. If the unit is ohm inverse centimeter square equivalent inverse. അവിടെ ഡിയർ സ്റ്റുഡൻസ് പ്രത്യേകം ശ്രദ്ധിച്ചോണം, യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയറിന് പകരം മീറ്റർ സ്ക്വയർ ആണ് വരുന്നതെങ്കിൽ കാപ്പ ഇൻറ്റു 1000 പകരം കാപ്പ ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു നോർമാലിറ്റി ആയിരിക്കണം. യൂണിറ്റ് ഓം ഇൻവേഴ്സ് മീറ്റർ സ്ക്വയർ ഈക്വലന്റ് ഇൻവേഴ്സ് ആയിരിക്കണം. ഓക്കെ. ഓക്കെ, ജുമിന മേരി, ലക്ഷ്മി പ്രകാശ്, ലിജി പനക്കൽ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. യെസ്, ആവണി അമ്മക്കുട്ടി, യെസ്, ലിജി പനക്കൽ പറഞ്ഞത് ശരിയാണ്. ഓം ഇൻവേഴ്സ് ആണ് നമ്മൾ, അല്ലെങ്കിൽ മോ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. യെസ്, വെരി ഗുഡ്. ഓക്കെ, അർജുൻ, ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. അപ്പോൾ ഈ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇക്വേഷനിൽ അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇക്വലന്റ് കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുമ്പോൾ കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ നോർമാലിറ്റി ആയിരിക്കണം. നേരെ മറിച്ച് മീറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ കാപ്പ ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു നോർമാലിറ്റി ആയിരിക്കണം. അതേപോലെ തന്നെ മോളാർ കണ്ടക്ടൻസിന്റെ കേസിലേക്ക് പോകുമ്പോൾ ഡിനോട്ടഡ് ആസ് ലാംഡ എം, യൂണിറ്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്, അതായത് സെന്റിമീറ്ററിലാണ് ഉള്ളത് എങ്കിൽ കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എക്സ്പ്രസ്ഡ് ഇൻ മൊളാരിറ്റി. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇക്വലന്റ് കണ്ടക്ടൻസ് വരുമ്പോൾ കോൺസെൻട്രേഷൻ എടുക്കുന്നത് നോർമാലിറ്റിയിലും, മോളാർ കണ്ടക്ടൻസ് വരുമ്പോൾ കോൺസെൻട്രേഷൻ എടുത്തിരിക്കുന്നത് മൊളാരിറ്റിയിലുമാണ്. ഇനി യൂണിറ്റ് ഇവിടെ നോക്കിക്കുക, നിങ്ങൾ മീറ്ററിലാണ് വന്നിരിക്കുന്നതെങ്കിൽ കാപ്പ ഇൻറ്റു 1000 പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? കാപ്പ ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു മൊളാരിറ്റി ആയിരിക്കണം. ഓക്കെ. Then Colorash's law. Colorash's law is nothing but it is the limiting molar conductivity of any electrolyte. അവിടെ എപ്പോഴും കുട്ടികൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതാണ്. Colorash's law പ്രകാരം ഡിഫൈൻ ചെയ്യുമ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയല്ല. Limiting molar conductivity of any electrolyte according to Colorash's law can be expressed as limiting ionic conductivity, sum of limiting ionic conductivity of cation and anion, each multiplied by number of cations and anions in the formula unit. പ്രത്യേകം ശ്രദ്ധിച്ചോണം, Colorash's law പ്രകാരം ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എനി ഇലക്ട്രോലൈറ്റ് can be expressed as the sum of limiting ionic conductivity of cation and anion, each multiplied by number of cations and anions in the formula unit. Okay. Then ഞാൻ വീണ്ടും നെക്സ്റ്റ് രണ്ടാമത്തെ പാർട്ടിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് അബൌട്ട് അവർ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്, ഇലക്ട്രോളിറ്റിക് സെല്ലിലേക്ക്. അവിടെ ഫസ്റ്റ് ലോ ഓഫ് ഫാരഡേസ്. സോ ഡിയർ സ്റ്റുഡൻസ്, പ്ലീസ് വെയിറ്റ്.
സോ ഓക്കെ സ്റ്റുഡൻസ്, ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസിൽ ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്തിരുന്നേച്ചാൽ മതി. ഡെഫിനേഷൻ ഇവിടെ ഉണ്ട്, ഇക്വേഷൻ മാത്രം നിങ്ങളൊന്ന് ഓർത്തിരുന്നേച്ചാൽ മതി. ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റ് ഓർ ലിബറേറ്റഡ് അറ്റ് ഇലക്ട്രോഡ് ഈസ് ഈക്വൽ ടു equivalent weight of the substance divided by 96,500 into Q, or W is equal to E divided by 96,500 into I into T. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, I എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് ദി കറന്റ് ഇൻ ആംബിയർ ആയിരിക്കണം. ടൈം T ഈസ് ഇൻ സെക്കൻഡ്സ്. T സെക്കൻഡിലെ എടുക്കാൻ പാടുള്ളൂ. ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പ്രകാരം, so when same quantity of electricity is passed through different electrolytic solution connected in series, then W1 divided by W2 is equal to E1 divided by E2. അതായത് ഒന്നാമത്തെ ഇലക്ട്രോഡിൽ ഡിപ്പോസിറ്റ് ചെയ്ത സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ ഇലക്ട്രോഡിൽ ഡിപ്പോസിറ്റ് ചെയ്ത സബ്സ്റ്റൻസ് ഈസ് ഈക്വൽ ടു E1 ഡിവൈഡഡ് ബൈ E2. ഇനി അതേപോലെ തന്നെ നമ്മൾ രണ്ട് ഇലക്ട്രോളിറ്റിക് സൊല്യൂഷന് പകരം 3 ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ത് വന്നു? W1 ഈസ് ടു W2 ഈസ് ടു W3 ഈസ് ഈക്വൽ ടു E1 ഈസ് ടു E2 ഈസ് ടു E3. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പ്രകാരം വേറെ ഒന്നും ഓർക്കാനില്ല. W1 ഡിവൈഡഡ് ബൈ W2 ഈസ് ഈക്വൽ ടു E1 ഡിവൈഡഡ് ബൈ E2. രണ്ടിൽ കൂടുതൽ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ പാരലൽ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ ബിക്കം W1 ഈസ് ടു W2 ഈസ് ടു W3 ഈക്വൽ ടു E1 ഈസ് ടു E2 ഈസ് ടു E3. ഓക്കെ. ദെൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 1 ഫാരഡേ എന്ന് പറയുന്നത് ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 96,500 കുളമ്പ്. 1 ഫാരഡേ ക്യാൻ ഡിപ്പോസിറ്റ് 1 ഈക്വലന്റ് ഓഫ് എനി സബ്സ്റ്റൻസ് അറ്റ് ദ ഇലക്ട്രോഡ്, അല്ലെങ്കിൽ 1 ഫാരഡേ ക്യാൻ ഡിപ്പോസിറ്റ് ഈക്വലന്റ് വെയിറ്റ് ഓഫ് എനി സബ്സ്റ്റൻസ് അറ്റ് ദ ഇലക്ട്രോഡ്. Similarly, n Faraday can deposit 1 mole of substance at the electrode. ഈ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ക്വസ്റ്റ്യനിലും പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒരു ഫാരഡേ എന്ന് പറയുന്നത് 1 മോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 96,500 കുളമ്പ്. ഒരു ഫാരഡേ ഒരു ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനിലൂടെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ ഇക്വലൻ്റ് വെയിറ്റ് ഇലക്ട്രോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് n ഫാരഡേ ആണ് ഞാൻ പാസ് ചെയ്യുന്നതെങ്കിൽ, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ്ഡ്. n ഫാരഡേ ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇൻവോൾവ്ഡ് 1 mole of substance is deposited at the electrode. Okay. Then Nernst equation to calculate the electrode potential of a single electrode. E is equal to E0 into minus 0.0591 divided by n into log 1 by concentration of metal ion. ഹൈഡ്രജൻ ഇലക്ട്രോൺ ആണെങ്കിൽ ഫോർമുല മാറ്റം വന്ന് ശ്രദ്ധിക്കണം. E is equal to E0 into E0 minus 0.0591 divided by n into log partial pressure of hydrogen divided by concentration of H plus ion. Then Nernst equation to calculate cell potential ആണെങ്കിൽ E cell is equal to E0 cell minus 0.0591 divided by n into log concentration of product divided by concentration of reactant. ഇനി നമുക്ക് സെൽ റിയാക്ഷന് പകരം സെൽ റെപ്രസെൻറ്റേഷൻ ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റിന് പകരം ഏത് ഉപയോഗിച്ചോണം? കോൺസെൻട്രേഷൻ അറ്റ് കാഥോഡ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ അറ്റ് ആനോഡ് ഉപയോഗിച്ചോണം. അപ്പം ഞാൻ അതൊന്നും കൂടെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഒരു സിംഗിൾ ഇലക്ട്രോഡിൻ്റെ കേസിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണെങ്കിൽ ഇക്വേഷൻ ഏതാണ്? 2 ഹൈഡ്രജൻ ഇലക്ട്രോഡ് തന്നിട്ടുണ്ടെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 3 സെൽ റിയാക്ഷൻ തന്നിട്ട് സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സെൽ റെപ്രസെൻറ്റേഷൻ തന്നിട്ട് സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ. ദെൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ EMF ആൻഡ് ഇക്വിലിബ്രിയം constant, that is E0 cell is equal to 0.0591 divided by n into log Kc ആണ്. റിലേഷൻ ബിറ്റ്വീൻ ഫ്രീ എനർജി ചേഞ്ച് ആൻഡ് EMF ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് NF E cell എന്ന് എടുക്കാം. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണെങ്കിൽ ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു മൈനസ് NF E0 സെല്ല്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിങ്ങളായിട്ട് പങ്കുവെക്കാനുണ്ടായിരുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, 3 പാർട്ടാണുള്ളത്. ദാറ്റ് ഈസ് ഇലക്ട്രോളിറ്റിക് കണ്ടക്ടേഴ്സിലെ ക്വസ്റ്റ്യന്, 2 ഇലക്ട്രോളിറ്റിക് സെൽ ആൻഡ് ഇലക്ട്രോളിസിസ്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്, 3 നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സെൽ. അതിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നേൺസ്റ്റ് ഇക്വേഷൻ ആണ്. ഓക്കെ.
Then chemical kinetics. So let me go to this chemical kinetics. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഫോർമുല ഉണ്ടെങ്കിൽ വളരെ എളുപ്പമെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാം. മസ്റ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് കെമിക്കൽ കൈനറ്റിക്സ്. ഓക്കെ, സോ പ്ലീസ് ബി വിത്ത് മീ. നമ്മുടെ കോൺസെൻട്രേഷൻ മാറിപ്പോകരുത്. ഫോർമുല എൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചോണം. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, വളരെ സന്തോഷമുണ്ട്. എല്ലാവരും തന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. സോ ബി കോപ്പറേറ്റ് വിത്ത് മീ. ഓക്കെ, കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോപ്പറേറ്റ് ചെയ്യല്ലേ എന്ന്, നേരെ മറിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്ന്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു വൈകുന്നേരം നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിൽ. ഓക്കെ, റേറ്റ് ഓഫ് എ റിയാക്ഷൻ. സോ ഒരു റിയാക്ഷൻ്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ എക്സ്പ്രസ് ഇറ്റ് ആസ് ജസ്റ്റ് മൾട്ടിപ്ലൈ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം വിത്ത് റെസിപ്രോക്കൽ ഓഫ് സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻറ്റ്. റേറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? Multiply change in concentration divided by change in time with the reciprocal of stoichiometric coefficient. So for this reaction, A moles of A combines with B moles of B to give C moles of C and D moles of D. Rate എഴുതാൻ വേണ്ടി minus 1 by A dA by dt is equal to minus 1 by B into dB by dt, which is equal to plus 1 by C dC by dt, which is equal to plus 1 by D dd by dt. അപ്പം മൈനസ് സൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴും പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് സൈൻ ആയിരിക്കണം കൊടുക്കേണ്ടത് റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ. ഇനി ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ക്വസ്റ്റ്യനിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ചോദിക്കുന്നതിന് പകരം റേറ്റ് ഓഫ് അപ്പിയറൻസോ ഡിസപ്പിയറൻസോ ആണ് ചോദിച്ചിരിക്കുന്നത് എങ്കിൽ ജസ്റ്റ് എക്സ്പ്രസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. റേറ്റ് ഓഫ് അപ്പിയറൻസോ ഡിസപ്പിയറൻസോ ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻറ്റിൻ്റെ റെസിപ്രോക്കൽ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, ക്വസ്റ്റ്യനിൽ റേറ്റ് ഓഫ് അപ്പിയറൻസോ ഡിസപ്പിയറൻസോ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? റേറ്റിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുന്നു കേട്ടോ. ക്വസ്റ്റ്യനിൽ റേറ്റ് ഓഫ് അപ്പിയറൻസോ ഡിസപ്പിയറൻസോ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ചോദിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ ആ തന്നിരിക്കുന്ന റിയാക്ഷൻ്റെ റേറ്റ് എഴുതുക. ഇനി ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന കാര്യം നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് മാത്രമേ വായിക്കാവുള്ളൂ. നിങ്ങൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് മാത്രം ഒന്ന് വായിച്ചേ. ആദ്യം ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താ? മൈനസ് ഡി എ ബൈ ഡി ടി. ആരാ? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ. അടുത്തത് മൈനസ് ഡി ബി ബൈ ഡി ടി, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി. അടുത്തത് പ്ലസ് ഡി സി ബൈ ഡി ടി, റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് സി, പ്ലസ് ഡി ഡി ബൈ ഡി ടി, റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ഡി. അപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എയും റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബിയും റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് സിയും റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ഡിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? ഞാൻ ഈ താഴെ എഴുതിയിരിക്കുന്നതല്ലേടാ. 1 by A into rate of disappearance of A is equal to 1 by B into rate of disappearance of B is equal to 1 by C into rate of appearance of C is equal to 1 by D into rate of appearance of D. അപ്പോൾ ക്വസ്റ്റ്യനിൽ റേറ്റ് ഓഫ് അപ്പിയറൻസും ഡിസപ്പിയറൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ അവിടെ? ജസ്റ്റ് റൈറ്റ് ദി റേറ്റ് ഓഫ് ദി ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഫോമിലുള്ള റേറ്റ് എഴുതി നോക്കുക. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം മറക്കരുത്. ഇതാണ് ആദ്യത്തെ പാർട്ടിൽ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. രണ്ടാമത് നമ്മുടെ റേറ്റ് ലോ എക്സ്പ്രഷൻ. Rate law expression can be, for this reaction, rate law can be expressed as R is equal to K into concentration of A with power X into concentration of B with power Y, where X and Y may or may not be equal to stoichiometric coefficient. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കെമിക്കൽ റിയാക്ഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ട് റേറ്റ് എഴുതാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് റേറ്റ് എഴുതാൻ പാടില്ല. കാരണം റേറ്റ് എക്സും വൈയും, ഈ റേറ്റ് ലോയിലുള്ള എക്സും വൈയും സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻറ്റിന് ഈക്വൽ ആകാതിരിക്കാം. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന കാര്യം, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു റൈറ്റ് റേറ്റ് ലോ ബൈ സിംപ്ലി ലുക്കിംഗ് എ കെമിക്കൽ റിയാക്ഷൻ. ഇറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഓൺലി ഫ്രം എക്സ്പെരിമെൻ്റൽ റിസൾട്ട്. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു എലമെൻ്ററി പ്രോസസ്സ് തന്നിട്ടുണ്ട്, സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് റേറ്റിലോ എഴുതാം. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇൻ്റർമീഡിയറ്റ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പിൽ ഇൻ്റർമീഡിയറ്റ് ഉണ്ടെങ്കിൽ ദ കോൺസെൻട്രേഷൻ ഓഫ് ഇൻ്റർമീഡിയറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഓൺലി ഫ്രം ദ സ്റ്റെപ്പ് ഫ്രം വിച്ച് ഇറ്റ് ഈസ് ഫോംഡ്. അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഡയറക്റ്റ് ആയിട്ട് റേറ്റിലോ ഒരു കാരണവശാലും എഴുതരുത്. പക്ഷേ എഴുതാം. എപ്പോഴും ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് തരണം?
ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് തന്നിരിക്കണം, റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സാണ് അഥവാ എലമെൻ്ററി പ്രോസസ്സാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം, റേറ്റിലോ എഴുതാം. ഇതാണ് റേറ്റിലോ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. 2 ഓർഡർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ സം ഓഫ് പവർ ഓഫ് കോൺസെൻട്രേഷൻ ടേം ഇൻ അവർ റേറ്റിലോ എക്സ്പ്രഷൻ. X+Y ആണ് ഓർഡർ ഓഫ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ഈ ഒരു റിയാക്ഷൻ്റെ കേസിൽ ഓർഡർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, X+Y കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എക്സും, ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ വൈയും ആയിരിക്കും. ഓക്കെ. Then about the unit of rate constant, മനസ്സിലൊന്ന് ഓർത്ത് വെച്ചാൽ മതി. 0 ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ, തേർഡ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ the unit of rate constant. For a 0 order reaction the unit is a mole liter inverse second inverse. For a first order reaction the unit of rate constant is a second inverse. For a second order reaction the unit is a mole raised to -1 liter second inverse. Third order reaction the unit is a mole raised to -2 liter square second inverse. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന റിയാക്ഷന്റെ ഓർഡർ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം. ഓക്കെ. Then integrated rate expression for a 0 order reaction, K is equal to R0 minus R divided by T ആണ്. R0 represent initial concentration and R represent final concentration. അവിടെ we can also plot a graph by taking R versus T. R versus T for a 0 order reaction is a linear negative slope with non-zero intercept. For a first order reaction, the integrated rate expression is K is equal to 2.303 divided by T into log R0 by R. ഗ്രാഫിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കണം. 0 order റിയാക്ഷനിൽ R വേഴ്സസ് T ആയിരുന്നു എങ്കിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വരുമ്പോൾ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണ്, ലോഗ് R വേഴ്സസ് T ഈസ് എ ലീനിയർ നെഗറ്റീവ് സ്ലോപ്പ് നോൺ സീറോ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ ഗ്രാഫ് ഒരേപോലെയാണ്, ലീനിയർ നെഗറ്റീവ് സ്ലോപ്പ് നോൺ സീറോ ഇൻ്റർസെപ്റ്റ് ആണ്. പക്ഷേ പ്ലോട്ട് ചെയ്യുന്നത് രണ്ടിടത്തും ഡിഫറൻ്റ് ആണ്. 0 ഓർഡർ റിയാക്ഷനിൽ R വേഴ്സസ് T ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ ലോഗ് R വേഴ്സസ് T ആണ്. Then if R1 and R2 represent the concentration of reactant at 2 different time, then for a first order reaction K is equal to 2.303 divided by T2 minus T1 into log R1 by R2. ഈ കോൺസെൻട്രേഷൻ R1 by R2 നമുക്ക് റേറ്റിൻ്റെ ടേംസിലും എഴുതാം, പക്ഷേ ആപ്ലിക്കബിൾ ആവുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിലാണ്. If R1 and R2 represent concentration of reactant at 2 different time, അല്ലെങ്കിൽ small letter R1 and R2 represent rate of reaction at 2 different time, then K is equal to 2.303 divided by T2 minus T1 into log R1 by R2. Okay. Then half-life period for a 0 order reaction, T half is equal to R0 divided by 2K. And for a first order reaction, T half is equal to 0.693 by K. For a second order reaction, T half is equal to 1 by K into R0. For a third order reaction, T half is equal to 3 by 2K into R0 square. അപ്പോൾ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ T half ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പോൾ അവിടെ ഇക്വേഷൻ ഒന്ന് ഓർത്തിരുന്ന് നിൽക്കുക. ദെൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ T75% എന്ന് പറയുന്നത് 2T half ആണ്. 75% കംപ്ലീറ്റ് ആകാൻ വേണ്ടിയുള്ള സമയം. T87.5% 3T half, T93.75% 4T half, T96.875% 5T half, T99.9% 10T half, T99% 6.64T half, T90% 3.32T half. അപ്പം ഞാൻ ആ ഇക്വേഷൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് ഇതൊക്കെ പഠിച്ചു വെക്കുക. പക്ഷേ ഇത് ആപ്ലിക്കബിൾ ആവുന്ന ആരുടെ കേസിലേ ഉള്ളൂ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷനേ ഉള്ളൂ. അതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ ഓർത്തിരിക്കേണ്ട മറ്റൊരു ഫോർമുലയാണ് ദ എമൗണ്ട് ഓഫ് റിയാക്റ്റൻ്റ് ലെഫ്റ്റ് ആഫ്റ്റർ എക്സ് ഹാഫ് ലീവ്സ്. ഒരു പർട്ടിക്കുലർ ഹാഫ് ലൈഫുകൾ കഴിയുമ്പോൾ ദ എമൗണ്ട് ഓഫ് റിയാക്റ്റൻ്റ് can be calculated by using the formula R0 divided by 2 raised to x in the case of first order reaction. ശ്രദ്ധിച്ചോണം, അത് ഒരു നിശ്ചിത ഹാഫ് ലൈഫുകൾക്ക് ശേഷം, 2 ഹാഫ് ലൈഫിന് ശേഷം അല്ലെങ്കിൽ 5 ഹാഫ് ലൈഫിന് ശേഷം ദ എമൗണ്ട് ഓഫ് റിയാക്റ്റൻ്റ് ലെഫ്റ്റ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ R0 divided by 2 raised to x. Okay. Then Arrhenius equation, K is equal to, rate constant K is equal to A into e raised to minus
ഇ എ ബൈ ആർ ടി. ലോഗറിതമിക് ഫോമിലാണെങ്കിൽ ലോഗ് കെ ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ഡിവൈഡഡ് ബൈ 2.303 ആർ ടി. ഗ്രാഫിൻ്റെ പ്രത്യേകത ലോഗ് കെ വേഴ്സസ് 1/t പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ലീനിയർ, നെഗറ്റീവ് സ്ലോപ്പ്, നോൺ സീറോ ഇൻ്റർസെപ്റ്റ്. Similarly, if K1 and K2 are rate constant at two different temperature T1 and T2, then Arrhenius equation can be rewrite as log K2 divided by K1 is equal to EA divided by 2.303 R into T2 minus T1 divided by T1 T2. Then effect of temperature on rate of a reaction, അതൊന്ന് ശ്രദ്ധിക്കണം. For every 10 degree rise in temperature, rate of a reaction or rate constant nearly double. Question ചെയ്യുമ്പോൾ അത് ഡബിൾ ആയിട്ട് എടുക്കാം. Mathematically, it can be represented by using temperature coefficient mu. Rate constant at T plus 10 degree divided by rate constant at T degree. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഫിസിക്കൽ കെമിസ്ട്രിയിൽ, ഫോർമുല ആയിട്ട്, ഇക്വേഷൻസ് ആയിട്ട് ഫിസിക്കൽ കെമിസ്ട്രിയിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. നമ്മൾ ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനി നിങ്ങളുടെ മുൻപിലേക്ക് ഓർഗാനിക് കെമിസ്ട്രി ആയിട്ട് CJN സാറ് ഇപ്പം തന്നെ എത്തുന്നതായിരിക്കും. നമ്മൾക്ക് കോപ്പറേറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഫോർമുലാസ്, ഇക്വേഷൻസ്, അതിലെ പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് മെത്തേഡുകൾ ഇതെല്ലാം മനസ്സിൽ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ നാളെയും മറ്റന്നാളുമായിട്ട് ജസ്റ്റ് റീഫ്രഷ് ചെയ്യുക. ദെൻ യു ഗോ എഹെഡ്. ഓക്കെ. ഹലോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു അല്ലേ? എല്ലാവരും ഫിസിക്കൽ കെമിസ്ട്രിയുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഓർഗാനിക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ലേ എന്നൊക്കെ കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ കുറേ പേര് ഇങ്ങനെ നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ പ്രിപ്പറേഷനിലും ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ വ്യൂവേഴ്സൊക്കെ കുറഞ്ഞു വരുന്നത് കൊണ്ട് ഇന്ന് ഓർഗാനിക് നമുക്ക് കുറയ്ക്കണം എന്നുള്ളൊരു ചെറിയ ആശയമുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നതാണ് നമ്മളുടെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഓർഗാനിക്കിൽ നിങ്ങൾക്കൊരു ചെറിയ ഭയമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭയമൊക്കെ തീർത്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്യൂർലി NCERT ബേസ്ഡ് നിങ്ങൾ ഏതൊക്കെ റിയാക്ഷൻസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഓർഗാനിക് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാം ഏകദേശം ഫസ്റ്റ് ഇയർ പാർട്ടിൽ നിന്ന് 31% നമ്മൾക്ക് ഓർഗാനിക്കിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഹായ് അയക്കുന്നുണ്ട്. യെസ്, ദേവിക ഹായ്, ഷുവർ, ഗുഡ് മേഘ ഗുഡ് ഈവനിങ്, അശ്വിനി ഹലോ, ഗൗരി കൃഷ്ണൻ യെസ്, ദേവിക ഗുഡ് ഈവനിങ്, സിദ്ധാർത്ഥൻ ഹായ്, ലക്ഷ്മി പ്രകാശ് ഗുഡ് ഈവനിങ്, ഏഞ്ചൽ മേരി ജോർജ് ഗുഡ് ഈവനിങ്.
ഓക്കെ, അപ്പോൾ ഒത്തിരി കൂട്ടുകാർ ഗുഡ് ഈവനിങ് അയക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു വരുത്തുക. നിങ്ങളുടെ ഒരു എനർജിക്ക് അനുസരിച്ചായിരിക്കും ഞാൻ ഇവിടെ എത്ര നേരം നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഏകദേശം നമ്മൾ 2 മണിക്കൂർ പിന്നിട്ടു ലൈവ് കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ എത്ര പേരെ ഇവിടെ കൊണ്ടുവരുന്നു എന്ന് ഞാൻ നോക്കട്ടെ, നിങ്ങളുടെ പവർ ഒന്ന് നോക്കട്ടെ. അപ്പോൾ നിങ്ങൾ മാക്സിമം ആൾക്കാരെ ഇവിടെ എത്തിച്ചതിന് ശേഷമായിരിക്കും ഞാൻ എത്ര നേരം ഇവിടെ നിൽക്കണമെന്ന് ഞാനൊന്ന് ആലോചിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ എല്ലാ മക്കളും പോയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരിക. നമ്മുടെ ഓർഗാനിക് വരുമ്പോൾ ഒരു പവർ പഞ്ച് വേണം. അപ്പോൾ പവർ പഞ്ച് വേണമെങ്കിൽ നിങ്ങളുടെ പവർ എനിക്ക് വേണം. നിങ്ങളുടെ പവർ കിട്ടിയാലേ എനിക്ക് പവർ ആകത്തുള്ളൂ. പ്രത്യേകിച്ച് കുറച്ച് ദിവസമായിട്ട് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ എത്രത്തോളം ബൂസ്റ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും എൻ്റെ ബൂസ്റ്റിംഗ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജിയാണ്. നിങ്ങൾ ഒരുപാട് പേര് ഓർഗാനിക് റിക്വസ്റ്റ് ചെയ്തിരുന്നു. ഏകദേശം ഈ അവസാന നിമിഷത്തിൽ നമുക്ക് തരാൻ പറ്റുന്നതിന് ഇടയ്ക്ക് വെച്ച് തരാൻ നമുക്കറിയാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഓർഗാനിക് ഫുൾ എത്തിക്കാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫുൾ എനർജിയിൽ ഓണായി നിൽക്കുക, ഞാനും ഫുൾ എനർജിയിൽ ഓണായി നിൽക്കുക. ഞാൻ നേരത്തെ നിങ്ങളടുത്ത് സൂചിപ്പിച്ചതുപോലെ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്, ശാരീരിക അസ്വസ്ഥതകൾ. പക്ഷെ അതൊക്കെ മറന്നാണ് എൻ്റെ മക്കളെ ഓർത്താണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ നിങ്ങളുടെ പവർ ഇവിടെ കാണിക്കണം. ലേൺ വിത്ത് എ ഡ്രോപ്പർ പറയുന്നു, ഓർഗാനിക് ഞങ്ങളില്ലേ, ഇടയ്ക്ക് വെച്ച് നിർത്തല്ലേ പ്ലീസ്. യെസ്, ഒരിക്കലും നിർത്തത്തില്ല. പക്ഷേ ഇന്ന് നമ്മൾക്കറിയാം നിങ്ങൾ ഏകദേശം 2 മണിക്കൂർ ലൈവ് കേട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നമ്മൾ ആ ഓർഗാനിക്കിൻ്റെ ലൈവിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാം, അടുത്ത ദിവസം നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും എത്തുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും കണ്ടിന്യൂ ചെയ്യും. നിങ്ങളുടെ ഫുൾ എനർജി, നിങ്ങളുടെ ഫുൾ പവർ, നിങ്ങളുടെ സ്നേഹം എല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ മാക്സിമം കണ്ടിന്യൂ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. എന്നെ കൊണ്ട് പറ്റുന്നതിന് എത്ര ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അവരുടെ സ്നേഹവും ലവും ഒക്കെ ആയിട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ. ഈ താഴോട്ട് കാണുന്നതെല്ലാം കഴിഞ്ഞു. നിങ്ങളുടെ ഹാർഡ് വർക്ക്, പെർസിസ്റ്റൻസ്, ലേറ്റ് ലൈൻസ്, റിജക്ഷൻ, സാക്രിഫൈസ്, ഡിസിപ്ലിൻ, ക്രിറ്റിസിസം, ഡൗട്ട്, ഫെയിലിയർ, റിസ്ക്, നിങ്ങളുടെ ഈ ഫാക്ടേഴ്സ് എല്ലാം കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നത് പോലെ ഇനി ഞായറാഴ്ച ഈ മലയാണ്, നമുക്ക് സക്സസ് ആണ് വരുന്നത്. ഞായറാഴ്ച നമുക്ക് എന്താ ഉണ്ടാകുക? ഞായറാഴ്ച നമ്മളെല്ലാവരും സക്സസ്സിലേക്ക് ചെയ്യണം. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നിങ്ങളുടെ ഹാർഡ് വർക്ക് ഏകദേശം നാളെ കൊണ്ട് പരിപൂർണ്ണതയിൽ എത്തുകയാണ്. നിങ്ങളുടെ പെർസിസ്റ്റൻസ്, നിങ്ങളുടെ ലേറ്റ് നൈറ്റ് വർക്ക്, ഹാർഡ് വർക്ക്, ഇതെല്ലാം എന്ത് ചെയ്യുകയാണ്? നിങ്ങളുടെ ഈ 1 വർഷക്കാലത്തെ കഷ്ടപ്പാടാണ്. അത് ഞായറാഴ്ച എന്തായിട്ട് ഉയർന്നു വരും? സക്സസ് ആയിട്ട് ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് 100% ഉറപ്പാണ്. അത് സക്സസ് ആയിട്ട് തന്നെ മാറും. നിങ്ങൾക്ക് അതിനുള്ള എല്ലാ ഭാവങ്ങളും ഈ ഒരു അവസരത്തിൽ എൻ്റെ വ്യക്തിപരമായ പേരിൽ നേരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഫുൾ പവർ ഓൺ ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്നെ കൊണ്ട് ഫുൾ ക്ലാസ് എടുപ്പിച്ചിട്ടേ പോവുള്ളെന്ന് തോന്നുന്നു. അതുപോലെ സ്നേഹങ്ങളാണ് നിങ്ങൾ ചാറ്റ് ബോക്സിൽ നിറയ്ക്കുന്നത്. അതുകൊണ്ട് ഏകദേശം നമ്മൾക്ക് നോക്കാം എത്രത്തോളം പോകുന്നത്, അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ആദ്യത്തെ ചാപ്റ്ററായ ഹൈഡ്രോ കാർബണിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഹൈഡ്രോ കാർബൺ എന്ന ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടില്ലായിരുന്നു, നമ്മളുടെ IUPAC നെയിമിംഗ് ആണ്. അപ്പോൾ ആ IUPAC നെയിമിംഗ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യണം. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ആ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് ഓർക്കുക, IUPAC നെയിമിങ്. പിന്നെ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ 3 വാക്കാണ്. RHI. എന്താണ് RHI എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. റെസൊണൻസ് എഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്, ഇൻഡക്റ്റീവ് എഫക്റ്റ്, അല്ലേ? അപ്പോൾ റെസൊണൻസ് എഫക്റ്റും ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റും ഇൻഡക്റ്റീവ് എഫക്റ്റും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങളും അറിയാവുന്നതാണ്. ഈ റെസൊണൻസിനെ പറ്റിയും ഹൈപ്പർ കോൺജുഗേഷനെ പറ്റിയും ഇൻഡക്റ്റീവ് എഫക്റ്റിനെ പറ്റിയും ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത റിവിഷൻ, നമ്മുടെ മാരത്തോണിനിടയിൽ ഞാൻ ഇതിനെപ്പറ്റി പരാമർശിച്ച് പോയിരുന്നു. അന്ന് വ്യക്തമായിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് പരാമർശിച്ച് പോയതാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ ആ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നോക്കേണ്ടത് എന്താണ്? അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം അസിഡിക് പ്രോപ്പർട്ടി, ബേസിക് പ്രോപ്പർട്ടി, സ്റ്റെബിലിറ്റി ഫാക്ടർ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് നമ്മളുടെ സ്ഥിരമായിട്ട് നമ്മൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടോട്ടോമറിസം, ഐസോമറിസത്തിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഐസോമറിസം ഏതെങ്കിലും ചോദിക്കാം, അതല്ലെങ്കിൽ നെയിമിംഗ് ആയിരിക്കും വരിക, അല്ലെങ്കിൽ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി. ഇതെന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും റെസൊണൻസ്, ഹൈപ്പർ കോൺജുഗേഷൻ, ഇൻഡക്റ്റീവ് എഫക്റ്റിൽ നിന്നും അതിൻ്റെ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടൊരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് നമ്മുടെ പരീക്ഷയ്ക്കുണ്ടാവും. പിന്നെ IUPACയും ഐസോമറിസയും അത് ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ IUPAC ചോദിക്കാം, അല്ലെങ്കിൽ എന്ത് ചോദിക്കാം? ഐസോമറിസം ചോദിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്ലൈഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ, ഈ സ്ലൈഡിനെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ എവിടെ എക്സ്പ്ലെയിൻ ചെയ്തതാ? കഴിഞ്ഞ ക്ലാസ്സുകളിൽ, പ്രത്യേകിച്ച് നമ്മളുടെ മാരത്തോണിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് എൻ്റെ കൂട്ടുകാർ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ആരോമാറ്റിസിറ്റി,
ഹക്കൽ റൂൾ അനുസരിച്ച് നമ്മളുടെ ആരോമാറ്റിക്, നോൺ ആരോമാറ്റിക് അത് കണ്ടുപിടിക്കുന്ന, ആൻറ്റി ആരോമാറ്റിക് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് നമ്മൾ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫസ്റ്റ് സ്ലൈഡിൽ ഹൈഡ്രോ കാർബൺ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം പറയുന്നത്. കാരണം ഒന്നും തന്നെ ഞാൻ കഴിഞ്ഞ മാരത്തോണിൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് UPSC നമ്മൾ ചെയ്തതാണ്. ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ റെസോണൻസ്, ഹൈപ്പർ കോൺജുഗേഷൻ, ഇൻഡക്റ്റീവ് എഫക്റ്റ് നിങ്ങളെ പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ, അസിഡിക് സ്ട്രെങ്ത്, ബേസിക് സ്ട്രെങ്ത്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ ഡിസ്കസ് ചെയ്തു പോയതാണ്. ഐസോമറിസം സ്പെഷ്യലി നിങ്ങൾക്ക് ഒരു ട്രിക്കായിട്ട്, ടിപ്പായിട്ട് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആരോമാറ്റിസിറ്റിയെ പറ്റി വ്യക്തമായിട്ട് ഞാൻ ക്ലാസ് എടുത്തായിരുന്നു. ആരോമാറ്റിസിറ്റിയെ പറ്റി കഴിഞ്ഞ നീറ്റിൻ്റെ സമയത്ത്, ആ നീറ്റ് മാരത്തോണിൻ്റെ വീഡിയോ ആരെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ, കാണാനുണ്ടെങ്കിൽ നിങ്ങൾ അത് കാണുക. അവിടെ ഞാൻ കൃത്യമായിട്ട് ആരോമാറ്റിസിറ്റിയെ പറ്റി പറയുന്നുണ്ട്, ഹക്കൽ റൂൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യം. പിന്നെ നമ്മൾക്ക് ഉള്ളത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസിൻ്റെ കാര്യത്തിൽ ഞാനിങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മളുടെ കുറച്ച് പിള്ളേർ വന്നേച്ച് പറഞ്ഞു, സാർ അത് മാത്രം ഞങ്ങൾക്ക് ഒരു ചെറിയ സംശയമുണ്ട്, അതിൻ്റെ ഇക്വേഷനിൽ ചെറിയ സംശയമുണ്ട്, അതുകൊണ്ട് അതൊന്ന് ലാസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് ഫെമിലിയറൈസ് ചെയ്യുമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് നല്ലതായിരിക്കുമെന്ന് കുറേ ആൾക്കാർ പറഞ്ഞതിന് പേരിലാണ് ഞാൻ എന്തിട്ടിരിക്കുന്നത്, നമ്മളുടെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നോക്കുക. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ആരുടെ കാര്യമാണ്? നൈട്രജൻ്റെ കാര്യമാണ്. ക്വാളിറ്റേറ്റീവിലും ക്വാണ്ടിറ്റേറ്റീവിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ക്വാളിറ്റേറ്റീവിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിൻ്റെ ക്വാണ്ടിറ്റേറ്റീവിൽ നമുക്കറിയാം അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പല മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എന്താ? ഡ്യൂമാസ് മെത്തേഡാണ് അല്ലേ. നൈട്രജൻ നമുക്കറിയാം, നൈട്രജൻ്റെ എസ്റ്റിമേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏത് മെത്തേഡ് ഉപയോഗിച്ചാൽ? ഡ്യൂമാസ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ആ ഡ്യൂമാസ് മെത്തേഡിൻ്റെ ഇക്വേഷൻ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, വോളിയം ഓഫ് നൈട്രജൻ അറ്റ് STP. അപ്പോൾ എന്താണ് ഡ്യൂമാസ് മെത്തേഡ് എന്ന് അറിയാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നില്ല, അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ഞാൻ ഡ്യൂമാസ് മെത്തേഡ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വോളിയം ഓഫ് നൈട്രജൻ അറ്റ് STP എന്നുള്ള ഇക്വേഷൻ മാത്രം മതി. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? P1V1 × 273/760 × T1. ഇവിടെ നമുക്ക് വോളിയമാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് കേട്ടോ. ഫൈനൽ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഫൈനൽ ഇക്വേഷൻ ഇവിടെയാണ് വരുന്നത്. പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കേണ്ടത് ഈ ഇക്വേഷൻ വെച്ചായിരിക്കും നമുക്ക് പ്രോബ്ലം ഉണ്ടാകുക. നിങ്ങൾ NCERTയിൽ കൊടുത്തിരിക്കുന്ന പ്രോബ്ലം ഒരു തവണ നോക്കിയാൽ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് കൃത്യമായിട്ട് പിടികിട്ടും. സോ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? 28 × V × 100/22,400 × M. ഈ V ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈ V ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കുമ്പോൾ മക്കൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രഷറിൻ്റെ ടേം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. പ്രഷറിൻ്റെ ടേം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രഷർ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നാൽ നിങ്ങൾ ആ ഡയറക്റ്റ് ആ പ്രഷർ എടുത്ത് എഴുതുമോ? ഡ്യൂമാസ് മെത്തേഡിൽ പ്രോബ്ലം ചോദിച്ചപ്പോൾ പ്രഷറിൻ്റെ കാര്യം ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് എടുത്ത് എഴുതുമോ? ഞാൻ നിങ്ങളുടെ റിപ്ലൈക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. യെസ്, ഡോട്ടോമിർസത്തെ പറ്റി പറഞ്ഞു, ഡ്യൂമാസ് മെത്തേഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്, സാറ് നീറ്റ് മാരത്തോണിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് സ്ലൈഡ് എക്സ്പ്ലെയിൻ ചെയ്യാതെ പോയത്. അതുകൊണ്ട് ആരും സങ്കടപ്പെടരുത്. ഫസ്റ്റ് സ്ലൈഡ് എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ആണോ നമ്മൾ ഓർഗാനിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ ഓരോന്ന് തന്നെ എടുത്ത് പറയുന്നുണ്ട്. ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞ എല്ലാ കാര്യവും നമ്മളുടെ മാരത്തോണിലും നമ്മുടെ ദർശൻ ടിപ്സിലും നമ്മൾ പറഞ്ഞതുകൊണ്ടാണ് നമ്മളത് പറയാതെ പോയത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് ഉത്തരം പറഞ്ഞു. യെസ്, ലക്ഷ്മി പ്രകാശ് ഉത്തരം ഇവിടെ ഇട്ട് കഴിഞ്ഞു. ലക്ഷ്മി പ്രകാശ് പറയുന്നു അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് അക്വസ് ടെൻഷൻ ചെയ്യണമെന്ന്. യെസ്, എല്ലാ കുട്ടികളും അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ ആൻസർ കാണുമ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ആൻസറിൽ നിങ്ങളെല്ലാവരും പഠിച്ചു എന്ന് നമുക്ക് ഉറപ്പായി. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം. അപ്പം ഡ്യൂമാസ് മെത്തേഡിൻ്റെ ഇക്വേഷൻ എൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചു. എന്താണ് ഡ്യൂമാസ് മെത്തേഡിൻ്റെ ഇക്വേഷൻ? എന്തുവാ ഡ്യൂമാസ് മെത്തേഡിൻ്റെ ഇക്വേഷൻ? 28 × V × 100/22,400 × M. M എന്തുവാ? മാസ് ഓഫ് ദ ഓർഗാനിക് കോമ്പൗണ്ട്. ഇതറിയാൻ മേലാത്തവരാരുമില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക ഡ്യൂമാസ് മെത്തേഡിൽ. അപ്പോൾ V കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഓർത്ത് വെച്ചോണം. P1V1 × 273 × 760 × T1 ആണ്. ഓക്കെ, അപ്പോൾ ഓരോ ടെമ്പറേച്ചറിലും ഓരോ അക്വസ് ടെൻഷൻ ആയിരിക്കും. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളെങ്കിൽ അതനുസരിച്ച് വേണം എൻ്റെ മക്കൾ എന്ത് ചെയ്യാനായിട്ട്? ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ 2 മണിക്കൂറിൻ്റെ ക്ലാസ്സൊക്കെ കേട്ട് മടുത്തിരിക്കുവാണോ അതോ കൂടുതൽ ക്ലാസ് കേൾക്കാനുള്ള ആവേശത്തിലാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനെയും കൂട്ടുകാരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുക. നിങ്ങൾ മാക്സിമം ഒരു നല്ല നമ്പറിലേക്ക് വരിക. ഏകദേശം നമ്മുടെ ക്ലാസ്സിനൊരു പവർ വരണമെങ്കിൽ, ഒരു പഞ്ച് വരണമെങ്കിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് ഈ റിവിഷൻ സ്റ്റിൽ ഞാൻ ഈ പറഞ്ഞ ഇവിടം വരെയുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ബട്ടണിലും നിങ്ങളുടെ സ്നേഹവും ചാറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ എനർജിയും ഞങ്ങളുടെ ബൂസ്റ്റും. അപ്പോൾ നിങ്ങളുടെ സ്നേഹമാണ് കൂടുതൽ ക്ലാസ് വേണമെന്ന് പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ.
അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞങ്ങളുടെ ആവേശം എന്ന് പറയുന്നത്. എൻ്റെ മാത്രമല്ല, ഓരോ അധ്യാപകരുടെ ആവേശം നിങ്ങളുടെ പവറാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ആവേശത്തോടു കൂടിയാണോ ഈ ക്ലാസ്സിനെ കാണുന്നത്, അതിനനുസരിച്ചായിരിക്കും എനിക്കിവിടെ ആവശ്യം വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ടയേർഡ്നെസ് ഇല്ല എന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇനിയും ക്ലാസ് വേണമെന്ന് അയക്കുന്നുണ്ട്, ഒരുപാട് സ്നേഹം അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുക. ഉറങ്ങിക്കിടക്കുമായിരിക്കും, വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് ബാ നമുക്ക് എന്ത് കാണാമെന്ന് പറയാം, ഓർഗാനിക്കിൻ്റെ റിവിഷൻ ക്ലാസ് കാണാമെന്ന് നിങ്ങൾ വിളിച്ചുകൊണ്ട് വരണം കേട്ടോ. എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് ചാറ്റിൽ എണ്ണം കൂടട്ടെ, വാച്ച് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടട്ടെ, അപ്പോഴേ എനിക്ക് വീണ്ടും എനർജി വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ്റെ കേസ് പറഞ്ഞു. പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചോളാൻ പറഞ്ഞു. ഡ്യൂമാസ് മെത്തേഡ് പലരും എൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. 28 × V × 100/22,400 × M. ഇപ്പോൾ ഈ ഇക്വേഷൻ എല്ലാവരും പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഡ്യൂമാസ് മെത്തേഡ് തെറ്റിപ്പോകത്തില്ല എല്ലാ കൂട്ടുകാർക്കും. ഇനി ഒരു കൂട്ടുകാർക്ക് പോലും ഡ്യൂമാസ് മെത്തേഡിൻ്റെ ഇക്വേഷൻ തെറ്റിപ്പോകത്തില്ലല്ലോ. വേണമെങ്കിൽ ആ പേന എടുത്തൊന്ന് എഴുതി നോക്കിക്കോ. ഓക്കെ, ഒന്ന് എഴുതി വെച്ചേര്, മറന്നു പോകത്തില്ലല്ലോ. അടുത്ത നമ്മൾ വരുന്ന രണ്ടാമത്തെ മെത്തേഡായിരുന്നു. രണ്ടാമത്തെ മെത്തേഡ് ഏതാ? ജൽദാസ് മെത്തേഡാണ് അല്ലേ. അപ്പോൾ ജൽദാസ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളെ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ട് നൈട്രജനെ നമ്മൾ ആരുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? സൾഫ്യൂരിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ഫോം ചെയ്യുന്നു? അമോണിയം സൾഫേറ്റ് ഫോം ചെയ്യുന്നു. ആ അമോണിയം സൾഫേറ്റിനെ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അമോണിയ ഫോം ചെയ്യുന്നു. ഈ അമോണിയ അബ്സോർബ് ചെയ്യുന്നു? നമ്മളുടെ സൾഫ്യൂരിക് ആസിഡ് അബ്സോർബ് ചെയ്യുന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്യുക? നൈട്രേഷൻ നടത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എസ്റ്റിമേഷൻ നടത്തിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ജൽദാസ് മെത്തേഡിൽ നമ്മൾ നൈട്രജൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 14 × M × 2 × V - V1/2 × 100/M / 1000. അപ്പോൾ ഈ വിയും ഈ V - എന്താ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മളൊരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് H2SO4 ട്രീറ്റ് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ മൊളാരിറ്റി ഉള്ള ഒരു പെർട്ടിക്കുലർ ഇതുമായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. കോൺസെൻട്രേറ്റ് H2SO4 ആണ്. അപ്പോൾ ആ വോളിയം എത്രയാണെന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് വി. ഇനി V1 എന്താ? ഞാൻ പറഞ്ഞു ലാസ്റ്റ് നമ്മൾ അൺയൂസ്ഡ് ആയിട്ടുള്ള H2SO4 കണ്ടുപിടിക്കാനായിട്ട് ടൈട്രേഷൻ മെത്തേഡ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടൈട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന NaOHൻ്റെ വാല്യൂ ആണ് നമ്മൾ V1 ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, V1 ആയിട്ട് കൊടുക്കുന്നത്. അപ്പം ഇക്വേഷൻ എന്താ? 1.4 × M × 2 × V - V1/2 / M. എല്ലാവർക്കും അറിയാലോ. M എന്താ? മാസ് ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട്. ഇപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും അറിയാൻ മേലാത്തവരാരും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രണ്ട് ഇക്വേഷൻസ് അറിയാം, റൈറ്റ്? അറിയത്തില്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചു വെച്ചോണം. കൺഫ്യൂഷൻ ആകുന്നു എന്ന് കുട്ടികൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇക്വേഷൻ ഇട്ടിരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്ത് നമുക്കൊരു പ്രോബ്ലം കാണും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പോകുന്നത് എങ്ങോട്ടാ? അതർ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയ ഹാലജൻസിൻ്റെ കേസിലാണ്. അപ്പോൾ ഹാലജൻസിൻ്റെ കേസിൽ നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ കേറിയസ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് അല്ലേ? യെസ്, ഹാലജൻസിൻ്റെ കേസിൽ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? കേറിയസ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ മെത്തേഡ് എന്താണെന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയായിരിക്കും. ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ ഫ്യൂമിംഗ് HNO3 ട്രീറ്റ് ചെയ്യുന്നു. അപ്പം എന്ത് സംഭവിക്കുന്നു? ഇൻ ദ പ്രസൻസ് ഓഫ് സിൽവർ നൈട്രേറ്റ് ആയിരിക്കും. അത് ഏതാണെങ്കിലാ? ഏതെങ്കിലും പെർട്ടിക്കുലർ ഹാലജൻ ആണെങ്കിൽ നമ്മൾ എന്താ? സിൽവർ നൈട്രേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ഫോം ചെയ്യുന്നു? സിൽവർ ഹാലൈഡ് ഫോം ചെയ്യുന്നു. ഈ സിൽവർ ഹാലൈഡിനെ നമ്മൾ വാഷ് ചെയ്ത് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് അവിടെ ഏത് ഹാലജനാണോ അതിൻ്റെ കേസിൽ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അറ്റോമിക് മാസ് ഓഫ് ഹാലജൻ ഇൻറ്റു M1 × 100 മോളിക്കുലർ മാസ് ഓഫ് AgX × M. ഇപ്പം അറ്റോമിക് മാസ് ഓഫ് ഹാലജൻസിൻ്റെ അറ്റോമിക് മാസ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം, നിങ്ങൾക്കറിയാം. ദെൻ M1 എന്ന് പറയുന്നത് എന്താ? നമ്മൾ ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കുന്ന ആ പെർട്ടിക്കുലർ സിൽവർ ഹാലൈഡില്ലേ, അതിൻ്റെ മാസാണ് M1 എന്ന് പറയുന്നത്. ഈ M എന്ന് പറയുന്നത് എന്താണ്? ആ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ മാസാണ്. ഓക്കെ, അപ്പോൾ കേറിയസ് മെത്തേഡ് പിടികിട്ടിയല്ലോ. അത് ഹാലജൻസിൻ്റെ കേസിൽ. അപ്പം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് എന്താ? എല്ലാ ഹാലജൻസിൻ്റെയും അറ്റോമിക് മാസ് പഠിച്ചു വെക്കണം. ബാക്കിയെല്ലാം നമുക്ക് ക്വസ്റ്റ്യനിലുണ്ടാകും. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾക്ക് അടുത്ത കേസ് വരുന്നത് എവിടെയാ? സൾഫറിൻ്റെ കേസിലാണ്. അപ്പോൾ സൾഫറിൻ്റെ കേസിൽ നമ്മൾ ഏത് മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്? നമ്മളുടെ കേറിയസ് മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിനെ ആരുമായിട്ട് ട്രീറ്റ് ചെയ്യും? അവിടെ നമ്മൾ ആരുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്? സോഡിയം പെറോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്, റൈറ്റ്? സോഡിയം പെറോക്സൈഡുമായിട്ട്. അവിടെയും ഫ്യൂമിംഗ് HNO3 ഉണ്ട്. സെയിം മെത്തേഡാണ്. ഫ്യൂമിംഗ് HNO3 സോഡിയം പെറോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പം ദെൻ വി ആർ ട്രീറ്റിംഗ് വിത്ത് ബേരിയം ക്ലോറൈഡ്. അപ്പം നമുക്ക് ബേരിയം സൾഫേറ്റിൻ്റെ പ്രസിപ്പിറ്റേറ്റാണ് കിട്ടുന്നത്. ബേരിയം സൾഫേറ്റിൻ്റെ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ ആ ബേരിയം സൾഫേറ്റിൻ്റെ പ്രസിപ്പിറ്റേറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തെടുത്ത് അതിൻ്റെ വെയിറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എന്താ? 32 × M1 × 100/233 × M. ഈ M1 എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കുന്ന ആ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ മാസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ.
യെസ്, നിങ്ങൾ എല്ലാവരും ആൻസർ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് കേരിയസ് മെത്തേഡ് അറിയാമെന്ന് എനിക്കറിയാം. ദെൻ നമ്മൾ ഫോസ്ഫറസിൻ്റെ കേസാണ്. ഇപ്പോൾ ഫോസ്ഫറസിൻ്റെ കേസിൽ നമ്മൾ 2 മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്, റൈറ്റ്? ഫോസ്ഫറസിൻ്റെ കേസിൽ നമ്മൾ 2 മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിനെ ഫ്യൂമിംഗ് HNO3യും അതുപോലെ തന്നെ അമോണിയമായിട്ട് ട്രീറ്റ് ചെയ്യും. എൻ്റെ എല്ലാ മക്കൾക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളുടെ ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ ആരുമായിട്ട് ട്രീറ്റ് ചെയ്യും? ഫ്യൂമിംഗ് HNO3യും അതുപോലെ തന്നെ അമോണിയമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ഫോം ചെയ്യുന്നു? എന്ത് ഫോം ചെയ്യുന്നു? അമോണിയം ഫോസ്ഫേറ്റ് ബോളിബഡേറ്റ് നമുക്ക് ഫോം ചെയ്യുന്നു, റൈറ്റ്? NH4 ത്രൈസ് PO4 12 MnMO3 എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് നമുക്ക് ഫോം ചെയ്യുന്നു. അതാണ് നമ്മളുടെ ഫസ്റ്റ് മെത്തേഡ്. ആ മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാ? അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാ? 62 ഇൻറ്റു M1 ഇൻറ്റു 100/222 M ആണ്. അവിടെ നമ്മൾ 62 ഉപയോഗിക്കാൻ കാരണം ആ ഇക്വേഷനിൽ 2 ഫോസ്ഫറസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ദെൻ അടുത്ത മെത്തേഡാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ദെൻ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഫോസ്ഫറസിനെ മഗ്നീഷ്യമായിട്ട് ട്രീറ്റ് ചെയ്യും. ഫോസ്ഫറസിനെ ആരുമായിട്ട് ട്രീറ്റ് ചെയ്യും? മഗ്നീഷ്യമായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ഫോം ചെയ്യും? മഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് ഹെക്സാഹൈഡ്രേറ്റ് ഫോം ചെയ്യും. ദാറ്റ് മീൻസ് MgNH4PO4. അവിടെ ഒരു ഫോസ്ഫറസേ ഉള്ളൂ. അവിടെ നമ്മൾ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക? നമ്മൾ 32 ഇൻറ്റു M1 ഇൻറ്റു 100/1877 എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ എവിടെയാണ് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നതെന്ന് ഓർത്ത് വേണം നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, P2 വരുന്ന രണ്ടാമത്തെ കേസാണ്. ആ കേസിലാണ് നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുന്നത്? 62 ഇൻറ്റു M1 ഇൻറ്റു 100/222 ഇൻറ്റു M ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് കേസിൽ നമ്മൾ 31 ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, Y1877 ആണ് കേട്ടോ, Y1877. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ആൻസർ അറിയാമെന്ന് എനിക്കറിയാം. നിങ്ങൾ എല്ലാവരും ഇതിൻ്റെ ആൻസർ ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾക്ക് ആ ഫസ്റ്റ് ഹൈഡ്രോ കാർബണിൽ നിന്ന്. യെസ്, വെരി ഗുഡ്. എല്ലാവരും അതിൻ്റെ ആൻസർ ഇടുന്നുണ്ട്. ലിജിയൊക്കെ അതിൻ്റെ ആൻസർ ഇടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നിങ്ങൾക്ക് ആ ഫസ്റ്റ് ചാപ്റ്ററിൽ ഹൈഡ്രോ കാർബൺ എന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നത് സെക്കൻഡ് പാർട്ട് ഇവിടെ. ഫസ്റ്റ് പാർട്ട് ഇവിടെ. ഫസ്റ്റ് പാർട്ട് നമ്മൾ IUPAC, അതുപോലെ തന്നെ ഏത് പാർട്ട്? നമ്മളുടെ ഐസോമറിസം, അരോമാറ്റിസിറ്റി, ദെൻ ആപ്ലിക്കേഷൻ, നമ്മളുടെ റെസോണൻസ് ഹൈപ്പർ കോൺജുഗേഷൻ ഇൻഡക്റ്റീവ് എഫക്ട്സിനെ ബേസ് ചെയ്ത് സ്റ്റെബിലിറ്റി, അസിഡിക് സ്ട്രെങ്ത്, ബേസിക് സ്ട്രെങ്ത്, അരോമാറ്റിസിറ്റി, ആ ഒരു ബേസിലാണ് ഹൈഡ്രോ കാർബണിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ ട്രബിൾ ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പാടുള്ളത് ഈ ഒരു ഇക്വേഷൻസ് മാത്രം നമ്മൾ ബൈഹാർട്ട് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രോ കാർബൺ എവിടെയായി? നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഹൃദയത്തിൽ നമുക്കിപ്പം ആരെ കിട്ടിയിട്ടുണ്ട്? ഹൈഡ്രോ കാർബണിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹൈഡ്രോ കാർബൺ കിട്ടിയോ? എല്ലാവർക്കും ഹൈഡ്രോ കാർബൺ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു, റൈറ്റ്? ഇത്രയും കാര്യമല്ലേ നമ്മുടെ ഹൈഡ്രോ കാർബണിലുള്ളൂ. ഫസ്റ്റ് പാർട്ട് നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാ. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് കാണുക? നമ്മളെ മാരത്തോണിൻ്റെ വീഡിയോയും നമ്മുടെ ടിപ്പും കണ്ടാൽ ഫസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ലൈഡിലുള്ള എല്ലാ കാര്യവും അവിടെ ഉണ്ടായിരുന്നു. സെക്കൻഡിൽ നിങ്ങൾ ട്രബിൾ ചെയ്യുന്ന ഏക പാർട്ട് എന്ന് പറയുന്നത് എവിടെയാ? ഈ ഒരു പാർട്ടാണ്, റൈറ്റ്? ഈ ഒരു പാർട്ടിൽ മാത്രമാണ് എൻ്റെ മക്കൾ എന്ത് ചെയ്യുന്നത്? ട്രബിൾ ചെയ്യുന്നത്. അതിന് ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ കയ്യിൽ കരുതുക. ഓക്കെ, ഈ ഇക്വേഷൻസ് എല്ലാം കയ്യിൽ കരുതിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഹൈഡ്രോ കാർബൺ കിട്ടി. കിട്ടിയോ? ഹൈഡ്രോ കാർബൺ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? യെസ്, ഹൈഡ്രോ കാർബൺ നമ്മുടെ കയ്യിലായി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹൈഡ്രോ കാർബണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? കയ്യിലാക്കാനായിട്ട് പറ്റി. ഈ ഒരു ഇക്വേഷനും ഫസ്റ്റ് പാർട്ട് വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, എടുത്തെടുത്ത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടല്ല, ഫസ്റ്റ് പാർട്ടിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞ കാര്യം മുഴുവൻ നമ്മൾ എവിടെ പറഞ്ഞതാ? മാരത്തോണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തത് ആ കാര്യമാണ്, ശരിയല്ലേ? ആ നീറ്റ് മാരത്തോണിൻ്റെ വീഡിയോയിൽ നമ്മൾ ബ്രീഫായിട്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഹൈഡ്രോ കാർബൺ എന്ന ചാപ്റ്റർ കിട്ടിയെങ്കിൽ നിങ്ങളുടെ സ്നേഹവും ലൈക്കും ഒക്കെ ഇവിടെ വരട്ടെ. ഓക്കെ, ഹൈഡ്രോ കാർബൺ എന്ന ചാപ്റ്റർ കിട്ടിയെങ്കിൽ ഏകദേശം നമ്മൾ 2.5 മണിക്കൂർ പിന്നിട്ടു. നിങ്ങളുടെ ഒരു വാച്ചിങ് നമ്പർ കുറയുന്നുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ നമ്മൾക്ക് ബാക്കി ടോപ്പിക്സ് അടുത്ത ദിവസത്തിലേക്ക് ആക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കാം.
ഓക്കെ 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 നിങ്ങൾ കുറേ ആൾക്കാർ സാറിന് ഒരു ഉഷാറില്ല, നാളെ വെക്കാം, ഉഷാറിന് കുറവൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ആൾ കുറവായതുകൊണ്ട് ഒരു ഉഷാർ കുറവ് മാത്രമേ ഉള്ളൂ. സാർ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ന് തീർക്കാം സാർ. അപ്പോൾ നമുക്ക് ഇന്ന് തീർക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് ആലോചിക്കുക. നമ്മൾ ഹൈഡ്രോ കാർബൺ എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഫുൾ പവറിൽ നിങ്ങൾക്ക് ഹൈഡ്രോ കാർബൺ കിട്ടി കാണും. അപ്പോൾ നമ്മളിതിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ എവിടെ കൊണ്ടുവരും? നമ്മൾ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ കൊണ്ടുവരാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രോ കാർബൺ സെക്കൻഡ് ചാപ്റ്റർ ആണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു, സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നാളെ നിങ്ങൾക്ക് കയറി വരാം, മനസ്സിലായോ? നാളെ നമ്മൾക്കൊരു ലൈവിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ലൈവ് നിങ്ങൾ ഏകദേശം നിങ്ങൾ ടയേർഡാണ്, ഞാൻ ടയേർഡിന് ഉപരി നിങ്ങൾ ടയേർഡാണ്. ഏകദേശം 2.5 മണിക്കൂർ നിങ്ങൾ ഫിസിക്കലിൻ്റെ ഇക്വേഷൻസ് ഒക്കെ കണ്ടതാണ്. അപ്പോൾ ആ ഇക്വേഷൻസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ വീണ്ടും ഇനി ഇരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും. അപ്പം അതുകൊണ്ടാണ്, പിന്നെ നിങ്ങൾ ഒരുപാട് പേര് ഇന്ന് ഓർഗാനിക് ഇല്ലേ എന്ന് ചോദിച്ചത് കൊണ്ടാണ്, നിങ്ങൾ ഒരുപാട് പേര് ഇന്ന് ഇല്ലേ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ നിങ്ങൾക്ക് ഇന്ന് ലൈവിൽ കയറിയത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈവിൽ എത്തിയതാണ്. ഒരുപാട് ആൾക്കാർ വാച്ചിങ്ങിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് നാളത്തേക്ക് അത് മാറ്റിവെക്കാം. ദേവിക ഒക്കെ എൻ്റെ എനർജിയെ പറ്റി ഒരുപാട് കൺസേൺ ഉണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നാളെ നിങ്ങൾക്ക് ഓർഗാനിക് എടുത്ത് തരും. ഒരു കുട്ടി പോലും സങ്കടപ്പെടണ്ട. ആ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് പറയുകയാണ്. ഞാൻ നാളെ വരും. നാളെ നിങ്ങൾക്ക് വന്ന് കൃത്യമായിട്ട് ഓർഗാനിക് നമ്മളിപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾ എടുത്തതുപോലെ തന്നെ നമ്മൾ എല്ലാ ചാപ്റ്ററും ഡീറ്റെയിൽഡ് ആയിട്ട് റിവൈസ് ചെയ്ത് പോകും. ഓക്കെ, അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ അങ്ങനെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഞാൻ നാളെ വരത്തില്ല, ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഞാൻ വരും, നിങ്ങൾക്ക് ഓർഗാനിക് ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ അത് ആ ഫുൾ ടോപ്പിക്ക് തന്നെ നിങ്ങൾക്ക് ഞാൻ എടുത്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഫുൾ കണ്ടന്റ് നമ്മൾ എടുത്തു തരും. നിങ്ങൾ അതിനോർത്ത് സങ്കടപ്പെടണ്ട. ഓക്കെ, ഒരുപാട് പേര് കരയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഞാൻ ഓർഗാനിക് എടുത്തു തരും. ഓക്കെ, അപ്പോൾ നാളെ നമ്മൾക്ക് കൃത്യമായിട്ട് പവറിൽ വന്ന് എല്ലാം കൂടി ഒന്ന് ബ്രീഫായിട്ട് നാളെ പറയാം. ഓക്കെ, അപ്പോൾ നാളെ നിങ്ങൾ ഫുൾ എനർജി, ഫുൾ മോഡ് ഓൺ, എല്ലാവരും ഇവിടെ കാണണം. കൃത്യം 7 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് തന്നെ നമ്മൾ ലൈവ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ടൈമിംഗ് ഷെഡ്യൂൾ ഞാൻ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ ഫുൾ എനർജിയിൽ, ഫുൾ പവറിൽ നിങ്ങളിവിടെ ഉണ്ടാകണം. നാളെ ഫുൾ പവറിൽ നമ്മളിവിടെ കാണണം. നിങ്ങളുടെ ഈ മുഴുവൻ ഫ്രണ്ട്സിനെയും വിളിച്ചുകൊണ്ട് വരണം കേട്ടോ. നീറ്റ് എഴുതുന്ന മുഴുവൻ പിള്ളേരുടെയും നമ്പർ ഇവിടെ കാണണം. നിങ്ങൾ മുഴുവൻ ആൾക്കാരും ഇവിടെ കാണണം. അപ്പോൾ നാളെ നമ്മൾ സെറ്റായിരിക്കും, പവറായിരിക്കും, മൊത്തത്തിൽ അടിച്ച് പൊളിക്കും. നാളെ നമ്മൾ സെറ്റ് ആക്കിക്കൊണ്ട് ഓർഗാനിക്കുമായിട്ട് നമ്മൾ പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ റെഡി, ഗുഡ് നൈറ്റ് എല്ലാവരും. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് സ്ലൈഡ് പോലെ എല്ലാത്തിൻ്റെയും സമയം കഴിഞ്ഞു. നമ്മൾ സങ്കടങ്ങൾ കേട്ടതും സന്തോഷം, നമ്മളെ പറ്റി എന്തൊക്കെ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു. ഇനി ഞായറാഴ്ച ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. എന്തിൻ്റെ നമ്മളുടെ സക്സസിൻ്റെ. അപ്പോൾ ആ സക്സസിൻ്റെ കാര്യം നിങ്ങളാരും മറന്നു പോകരുത്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ഓർക്കുക, NTA ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. അത് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് എടുത്തോണം, അത് മറക്കരുത്. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് കാണാം. ഗുഡ് നൈറ്റ് ഓൾ ഓഫ് യു. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി കേട്ടോ. ഹൃദയത്തിൽ നിന്ന് ഒരുപാട് നന്ദി നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ ഈ സമയത്തും വെയിറ്റ് ചെയ്ത് നിന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഇന്ന് കയറിയത്. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സന്തോഷത്തിനും ഒരുപാട് നന്ദി. നാളെ നമുക്ക് ഇതേ സമയം ഇതേപോലെ തന്നെ ഫുൾ പവറിൽ, ഫുൾ ജോഷിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും നമ്മളൊരു പവർ പാക്ക് എൻഡിങ് ആയിരിക്കും നാളെ. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.